ദൈവത്തിൻ്റെ ഏറ്റവും അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സന്ധ്യാസമയത്ത് ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്ന ബഹുമാന്യരായ ദൈവദാസന്മാർക്കും വാത്സല്യമുള്ള ദൈവമക്കൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുന്നു. ഇന്ന് രാത്രികാലം നാം ചിന്തിക്കുന്നത് ദൈവമക്കളുടെ ദേഹിയുടെ രക്ഷ എങ്ങനെ നടക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യവും 29-30 വാക്യങ്ങളും വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ താൻ സംസാരിച്ച വചനത്തിലൂടെ തന്നിൽ വിശ്വസിക്കുന്നവരുടെ ആത്മരക്ഷയെക്കുറിച്ചും ദേഹീരക്ഷയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുള്ളതായ കാര്യം ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്. 28-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. ഈ 3 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന, പ്രത്യേകിച്ച് 28, 29 2 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഈ വിഷയം ഒന്ന് തന്നെയാണ് എന്നാണ് നാം സാധാരണയായിട്ട് അറിയുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് പോരുന്നത്. ഏകദേശം 5 വർഷത്തിന് മുമ്പ് വരെയും ഞാനും ഈ വാക്യങ്ങളുടെ അർത്ഥം ഒന്ന് തന്നെയാണ് എന്ന് വിചാരിച്ചിരുന്നത്. അതിനുശേഷമാണ് തന്നിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ ആര് തന്നെയായാലും അവരുടെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ചാണ് 28-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നും അവരുടെ ദേഹികളുടെ രക്ഷയെക്കുറിച്ചാണ് 29-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നും പിന്നീട് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. കർത്താവ് ഈ ലോകത്തിലായിരുന്ന 1-ാം നൂറ്റാണ്ടിൽ തൻ്റെ 30-ാമത്തെ വയസ്സ് മുതൽ 33.5 വയസ്സ് വരെയുള്ള 3.5 വർഷക്കാലത്തിനിടയിൽ സ്നാപക യോഹന്നാനാൽ സ്നാനമേറ്റ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള അഭിഷേകവും നിറവും ശക്തിയും അധികാരവും എല്ലാം ലഭിച്ചിട്ട് കനാൻ നാട്ടിലുടനീളം നടന്നുകൊണ്ട് യോർദാൻ നദിയുടെ കരകളിലുമായി ഗലീല കടലിൻ്റെ മണൽപ്പരപ്പിലൊക്കെയായി രാപകലില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലയളവിൽ സംസാരിച്ചിട്ടുള്ള വചനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ദീർഘമായ ഒരു വിഷയം, ഒരു ചരിത്ര പശ്ചാത്തലം ഈ വാക്യത്തിൻ്റെ പിന്നിലുണ്ട്. ഞാനത് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. പുതിയ നിയമ കനാൻ ദേശത്ത് പാർക്കുന്ന എല്ലാ യഹൂദന്മാരും യെരൂശലേം ദേവാലയത്തിൽ വന്ന് ന്യായപ്രമാണം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ രക്തം ചൊരിഞ്ഞുള്ള മൃഗബലികളെ നടത്തി പാപത്തിന് പരിഹാരം പ്രാപിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യവസ്ഥിതിയാണ് അന്ന് നിലവിലിരുന്നത്. എന്നാൽ ഈ ന്യായപ്രമാണം ആര് കൊടുത്തുവോ, സീനായി മലമേൽ ഇറങ്ങി
മോശ മുഖാന്തരമായിട്ടുള്ള വെളിപ്പാടുകൾ ആര് കൊടുത്തുവോ ആ യഹോവയായ ദൈവമാണ് കാലത്തിൻ്റെ തികവിൽ കന്യക മറിയത്തിലൂടെ മനുഷ്യാവതാരം ചെയ്ത് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു എന്നുള്ള പരമയാഥാർത്ഥ്യം മനസ്സിലാകാത്ത യഹൂദന്മാരോടാണ് താൻ നിന്നുകൊണ്ട് അരുളി ചെയ്യുന്നത്. ഞാൻ ഈ ലോകത്തിൽ വരുന്നത് വരെയും, ഞാൻ തന്നെ പാപപരിഹാരമായി തീരുന്നത് വരെയും, വരുവാനുള്ള നന്മകളുടെ നിഴലായി കൊടുത്തിരിക്കുന്ന ന്യായപ്രമാണ വ്യവസ്ഥയെ അനുസരിച്ച് നിങ്ങളെല്ലാവരും ആടുകളെയും മാടുകളെയും കൊണ്ടുവന്ന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പോലെ യെരൂശലേം ദേവാലയത്തിൽ യാഗങ്ങൾ നടത്തണമായിരുന്നു. എന്നാൽ ഞാനിതാ ലോകത്തിലേക്ക് വന്നിട്ട് 30 വർഷത്തിലധികമായി. ഇനി 3.5 വർഷം കൂടെ ഞാൻ ഈ ലോകത്തിൽ പ്രവർത്തിക്കും. ന്യായപ്രമാണത്താൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ യാഗങ്ങളെ, മൃഗബലി, ഇതിനെ അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ തന്നെ യാഗമായി, യാഗവസ്തുവായി പിതാവായ ദൈവത്തിന് പ്രസാദകരമായ ബലിയർപ്പിക്കുവാൻ പോവുകയാണ്. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അബ്രാഹാമിനെ പരീക്ഷിക്കാനായി ഇസഹാക്കിനെ മോറിയ ദേശത്ത് ഞാൻ കാണിച്ചു തരുന്ന മലയുടെ മേൽ യാഗം കഴിക്കണമെന്ന് അബ്രാഹാമിനോട് പറഞ്ഞപ്പോൾ അതിരാവിലെ അബ്രാഹാം എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് തൻ്റെ ദാസന്മാരുമായി യാത്ര പുറപ്പെട്ടത് നാം അധ്യായത്തിൽ വായിക്കുന്നു. അങ്ങനെ മോറിയാമലയുടെ അടിവാരത്ത് വന്നപ്പോൾ ദാസന്മാരെയും കഴുതകളെയും സമാന കോപ്പുകളെയും അവിടെ ആക്കിയിട്ട് താനും തൻ്റെ മകനും കൂടെ മോറിയാമല കൈയിലേക്ക് കയറിപ്പോയി യാഗം നടത്തുന്ന വസ്തുത നാം അവിടെ വായിക്കുകയാണ്. അവിടെ ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. യാഗത്തിന് ആവശ്യമായിട്ടുള്ള വിറകെടുത്ത ഇസഹാക്കിന്റെ ചുമലിൽ വെച്ച് കൊടുത്തു. യാഗത്തിന് ആവശ്യമായിട്ടുള്ള മൃഗങ്ങളെ അറക്കേണ്ട കത്തിയും ദഹിപ്പിക്കുവാനുള്ള തീയും അബ്രാഹാം കയ്യിലെടുത്തു. അങ്ങനെ അവർ ഇരുവരും ഒരുമിച്ച് നടന്നുകൊണ്ട് മോറിയാമലയുടെ നെറുകയിലേക്ക് കയറി പോകുന്നു. പോകുന്ന വഴിക്ക് ഇസഹാക്ക് യോജിച്ചു, അപ്പാ, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെയാണ്? എന്നാൽ അത് ഇസഹാക്കിന് അറിയാം ആട്ടിൻകുട്ടി ആവശ്യമാകുന്നു എന്ന്. ആ യാഗത്തിന് ആട്ടിൻകുട്ടിയെ കൊണ്ടല്ല യാഗം നടത്തേണ്ടത്, തൻ്റെ ഓമനകുമാരനെ വെട്ടി ഒരു യാഗം മൃഗമാക്കി വെട്ടിക്കൊന്ന് രക്തം ചിന്തിയാണ് അവിടെ യാഗം നടത്തേണ്ടതെന്നുള്ള വെളിപ്പാട് ഇസഹാക്കിന് അറിഞ്ഞുകൂടാ, അബ്രാഹാമിന് അറിയാം. അതൊക്കെ ദൈവം നോക്കിക്കൊള്ളും മകനെ എന്ന് പറഞ്ഞുകൊണ്ട് കയറി പോകുന്നു. ആ വേദഭാഗത്ത് നിന്ന് ഞാനിപ്പോൾ ഓർപ്പിക്കുന്നത്, പഴയ നിയമത്തിന്റെ ന്യായപ്രമാണ പ്രകാരം ഒരു വ്യക്തി യാഗം നടത്തുന്നുവെങ്കിൽ യാഗമൃഗത്തെ കൊണ്ടുപോകണം, അറുക്കാനായിട്ടുള്ള കത്തിയെ കൊണ്ടുപോകണം, ദഹിപ്പിക്കാനായിട്ടുള്ള വിറക് കൊണ്ടുപോകണം, വിറക് യാഗപീഠത്തിന്റെ പുറത്ത് അടുക്കിയിട്ട് കത്തിക്കാനായിട്ടുള്ള തീ വേണം. എന്നാൽ അവർ നാട്ടിൽ എവിടെ നിന്ന് ഇങ്ങോട്ട് യാത്രയാകുന്നുവോ 3 ദിവസത്തെ വഴിദൂരം വന്നപ്പോഴാണ് മോറിയാമലയുടെ താഴ്വരയിൽ എത്തിച്ചേർന്നത്. ആ 3 ദിവസത്തെ വഴിയാത്രയിൽ ആവശ്യമായ വസ്ത്രങ്ങൾ, ആവശ്യമായ ഭക്ഷണങ്ങൾ എല്ലാം കരുതിയിട്ടുണ്ട്. മടങ്ങിപ്പോകുമ്പോഴും ആവശ്യമായിട്ടുള്ളത് കരുതിയിട്ടുണ്ട്. ആ സമാന കോപ്പുകളെല്ലാം മോറിയാമലയുടെ അടിവാരത്ത് ദാസന്മാരോടും കഴുതകളോടും കൂടെ അവിടെ വെച്ചിട്ടാണ് താനും തൻ്റെ മകനും കൂടെ കടന്നു പോകുന്നത്. ഞാൻ പറഞ്ഞത്, കനാൻ നാട്ടിൽ പാർക്കുന്ന ഏതോ ഒരു യഹൂദനും ഈ യാഗം നടത്തണമെങ്കിൽ പിടിപ്പത് ചുമട്, പിടിപ്പത് അധ്വാനം ആവശ്യമായിരിക്കുന്നു. സിയോൻ മലമേൽ സ്ഥാപിച്ചിരിക്കുന്ന ആ ദേവാലയത്തിലേക്ക് നടകൾ ചവിട്ടി കയറി പോകുമ്പോൾ ഇതിനെയെല്ലാം കയറ്റിക്കൊണ്ട് പോകുവാനും ഈ ചുമടുകൾ ചുമന്നുകൊണ്ട് പോകുവാനും വളരെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ കനാൻ ദേശത്ത് പാർക്കുന്ന ഇസ്രായേൽക്കാർ മുഴുവൻ യെരൂശലേം ദേവാലയത്തിൽ വേണം തങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുന്ന മൃഗബലി അർപ്പിക്കുവാൻ. ഈ കാഴ്ച കണ്ടുകൊണ്ട് ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ആളുകൾ കടന്നു പോകുന്നത് കണ്ടുകൊണ്ട് യേശുനാഥൻ വിളിച്ചു പറയുകയാ, പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി, പാപം പോക്കുവാൻ വേണ്ടി അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ള എൻ്റെ സ്വജാതിക്കാരായ സഹോദരന്മാരെ, ഇനി നിങ്ങൾ യെരൂശലേം ദേവാലയത്തിലേക്ക് പോകേണ്ടതില്ല, ഈ യാഗങ്ങളെ അർപ്പിക്കേണ്ടതില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, എൻ്റെ അടുക്കലേക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പാപത്തിന് മോചനം തന്നുകൊണ്ട്, പാപത്തിന് ക്ഷമ തന്നുകൊണ്ട്, പാപത്തിന് പരിഹാരം വരുത്തുവാൻ കടന്നു വന്നിരിക്കുന്ന എനിക്ക് നിങ്ങളുടെ പാപങ്ങളെ മോചിച്ച് നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ കഴിയും എന്നത്രേ വിളിച്ചു പറഞ്ഞത്. ആ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കുവാനായി
മനസ്സിലാക്കാനായിട്ടാണ് ഞാനത് പറഞ്ഞത്. ഈ 28-ാമത്തെ വാക്യം എന്ന് പറയുന്നത്, പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ ഇതുവരെ അധ്വാനിച്ച, ഇപ്പോഴും അധ്വാനിക്കുന്ന ജനവിഭാഗമേ, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വന്നാൽ ഞാൻ നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തി ഞാൻ നിങ്ങൾക്ക് പാപമോചനത്തിന്റെ ആശ്വാസം തരാമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ വാക്യം എന്ന് പറയുന്നത്, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിലൂടെ തന്റെ ഈ ലോകത്തിലെ ആക്ഷരിക ജീവിതകാലത്തും താൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയതിനു ശേഷം പരിശുദ്ധാത്മാവ് വന്നുകൊണ്ട് കൃപായുഗം സഭായുഗം സ്ഥാപിച്ചിരിക്കുന്ന 1-ാം നൂറ്റാണ്ട് മുതൽ തന്റെ മധ്യാകാശ വരവ് വരെയുള്ള ഈ കാലഘട്ടത്തിലെല്ലാം തന്നിൽ വിശ്വസിക്കുന്ന ആളുകൾ പ്രാപിക്കുന്ന പാപക്ഷമയുടെ അല്ലെങ്കിൽ ആത്മരക്ഷയുടെ കാര്യമാണ് 28-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് പോകട്ടെ, അപ്രകാരമുള്ള ആത്മരക്ഷ പ്രാപിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിച്ചിരിക്കുന്നല്ലോ. അത് എന്തുകൊണ്ടാണ്? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, അത് ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ഈ കൃപയാലുള്ള രക്ഷ നേടിയിട്ടുണ്ട്, ആത്മരക്ഷ കൃപയാൽ പ്രാപിച്ചിട്ടുണ്ട് എന്ന് ബോധ്യമുള്ളവർക്ക് കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമല്ലോ. ഇനി ആത്മാവ് രക്ഷ പ്രാപിച്ചാൽ, രക്ഷ പ്രാപിക്കുന്ന ആ നിമിഷം മുതൽ അടുത്ത ഘടകമായിരിക്കുന്ന ദേഹി രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കണം എന്നത്രേ നാം ചിന്തിച്ചു വരുന്ന വിഷയം. അതുകൊണ്ട് ആ ദേഹിയുടെ രക്ഷയെക്കുറിച്ചാണ് 29-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. രണ്ട് വിഷയമാണ്. ഒന്ന് ആത്മരക്ഷ, രണ്ടാമത് വരുന്ന ദേഹരക്ഷ. അത് ഇപ്രകാരമാണല്ലോ വായിക്കുന്നത്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ നിങ്ങൾ എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. അവിടെ ആത്മാക്കൾക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റായ ഒരു തർജ്ജമയാണ്. ഇംഗ്ലീഷിലും അതുപോലെ മൂലഭാഷയിലും നിങ്ങളുടെ ദേഹികൾക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. ദേഹി എന്നതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് സോൾ എന്നാണ്. അതിൻ്റെ തനതായ മലയാള വാക്ക് ദേഹി എന്നാണ്. ആത്മാവ് എന്നുള്ളതിന് ശരിയായ വാക്ക് സ്പിരിറ്റ് എന്നാണ്. അതുകൊണ്ട് ശരീരത്തിന് ബോഡി എന്ന, അതുകൊണ്ട് ആത്മാവ്, ദേഹി, ദേഹം എന്നീ ത്രിവിധ ഘടകങ്ങളുള്ള മനുഷ്യന്റെ ആ ത്രിവിധ ഘടകങ്ങളെ വെളിപ്പെടുത്തുവാൻ മൂലഭാഷയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ആത്മാവിന് സ്പിരിറ്റ് എന്നും ദേഹിക്ക് സോൾ എന്നും അതുപോലെ ശരീരത്തിന് ബോഡി എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ആ സോൾ എന്നുള്ളതിന് ദേഹി എന്ന് എഴുതേണ്ടതിന് പകരം ഇവിടെ ആത്മാവെന്ന് അങ്ങ് എഴുതിപ്പോയി. അങ്ങനെ മറിച്ചും തിരിച്ചുമൊക്കെ അത് വേദപുസ്തകത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് 29-ാമത്തെ വാക്യം എന്ന് പറയുന്നത്, ഞാൻ യേശു പറയുകയാ, ഇനി ഞാൻ സൗമ്യതയുള്ളവനാണ്, താഴ്മയുള്ളവനാണ്. അതുകൊണ്ട് എന്നിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിച്ചിരിക്കുന്ന ഏവനും അതുപോലെ സൗമ്യതയുള്ളവനും താഴ്മയുള്ളവനുമായി തീരേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ദേഹി അപ്രകാരം രക്ഷിക്കപ്പെട്ട് എന്നെ പോലെ ആയിത്തീരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ അവിടെ ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിച്ചിട്ട് അത് അനുഭവമാക്കുമ്പോഴാണ് നിങ്ങളുടെ ദേഹികൾക്ക് ആശ്വാസം കിട്ടുക എന്നരുളി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ ദേഹിരക്ഷയുടെ ആ രക്ഷ ആരംഭിച്ച് അത് വളർന്ന് ദേഹിരക്ഷ പൂർത്തീകരിക്കപ്പെടുവാൻ നാം യേശു ക്രിസ്തുവിൻ്റെ മുഖമേറ്റ് അവനോട് പഠിച്ച് അവനിൽ നിന്നത് ഗ്രഹിച്ച് ആ വചനപ്രകാരം ജീവിക്കുമ്പോൾ സംഭവിക്കുന്ന രക്ഷയുടെ പേരാണ് ദേഹി രക്ഷ എന്ന് മനസ്സിലാക്കേണ്ടതാണ്. മുഖമേറ്റ് പഠിക്കുക. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നു എങ്കിൽ അത് മുഖമേറ്റല്ല പഠിക്കുന്നത്, ഞാൻ അങ്ങ് പഠിപ്പിക്കുകയാ. എന്നാൽ യേശു പറഞ്ഞു, എൻ്റെ മുഖമേറ്റ് എന്നോട് പഠിക്കണം എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കും, അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കും എന്ന് തീരുമാനിച്ചുകൊണ്ട് എൻ്റെ മുഖത്തിൽ അമിക്കപ്പെട്ടിട്ട് ഞാൻ പറയുന്നത് മുഴുവൻ കേട്ട് ഗ്രഹിച്ച് അതിൻ പ്രകാരം ജീവിക്കുവാൻ ജീവിതത്തെ സമർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ സൗമ്യതയുള്ളവനാണ്, അതുകൊണ്ട് എൻ്റെ മുഖം ഏറ്റ് പഠിക്കുന്നവൻ സൗമ്യതയുള്ളവനായി മാറിക്കൊണ്ടിരിക്കും. ഞാൻ താഴ്മയുള്ളവനാണ്, അതുകൊണ്ട് എൻ്റെ മുഖമേറ്റ് പഠിക്കുന്നവൻ താഴ്മയുണ്ടായിക്കൊണ്ടിരിക്കും. നമുക്കെന്ത് ഈ കണ്ട കാലമായിട്ട് ഇത്രത്തോളം ബൈബിൾ പഠിപ്പിച്ചിട്ട് എനിക്കും നിങ്ങൾക്കും ഇത് സംഭവിക്കാത്തത് നാം യേശുവിൻ്റെ മുഖമേറ്റ് അവനോട് പഠിച്ച് അത് അനുഭവമാക്കുന്നില്ല. നാം ആരെങ്കിലും പറയുമ്പോൾ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ ജ്ഞാനത്തിലും അതങ്ങ് ഗ്രഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്കത് അപ്രകാരം സംഭവിക്കാനായിട്ട് കഴിയാത്തത്. യാക്കോബ് തൻ്റെ ലേഖനത്തിൽ പറഞ്ഞു, വചനം കേട്ട് അത്
ചെയ്യാത്തവൻ തങ്ങളെ തന്നെ ചതിക്കുന്നവരാണ്. വചനം കേട്ട് അനുസരിച്ച് ജീവിക്കാത്തവൻ തങ്ങളെ തന്നെ ചതിക്കുന്നവരാണ് എന്നാ അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വചനം കേട്ട് തങ്ങളെ തന്നെ ചതിക്കുന്നവരാകാതെ വചനം അനുസരിക്കുന്നവരായി ഇരിപ്പീൻ. യാക്കോബ് തൻ്റെ ലേഖനത്തിൽ ഈ ദേഹീരക്ഷയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് മുഖമേറ്റ് പഠിക്കുക. അപ്പോൾ ആരുടെ സ്വഭാവം വരും? ആരുടെ നുഖത്താൽ അമിക്കപ്പെട്ടിരിക്കുന്നുവോ, ആരുടെ നുഖത്താൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നുവോ, ആ എതിർഭാഗത്ത് അമിക്കപ്പെട്ടിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് നാം കടന്നു വരും. അവൻ്റെ സ്വഭാവത്തിലായി തീർന്നു എന്ന് യേശുവിന് ബോധ്യം വരുമ്പോൾ അവൻ്റെ നുഖത്തിൻ്റെ അമിക്കയിൽ അടിച്ച് നമ്മെ സ്വതന്ത്രരാക്കി വിടുക. ഇതാണ് യഥാർത്ഥമായിട്ടുള്ള കാര്യം. ഇതാണ് ദേഹീരക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മുഖമേക്കണം, പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പരിഭ്രമമുണ്ടാകും, ഭയമുണ്ടാകും. അത് സാധ്യമാണോ എന്ന് നമുക്ക് ചിന്താഗതി അങ്ങനെയൊക്കെ ഉണ്ടാകും. അതാ 30-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ തലയിൽ 1 കിലോ സാധനം എടുത്ത് കെട്ടി വെച്ചാൽ ഇത് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞാൽ തലയിൽ പോലും വെക്കണ്ടല്ലോ, എൻ്റെ 2 വിരലുകൾ തൂക്കിയെടുത്ത് കൊണ്ടുപോകാൻ മേലെ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം 1 കിലോ സാധനം എന്ന് പറയുന്നത് ആ നുഖം മൃദുവും ആ ചുമട് വളരെ ലഘുമാ എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ ഓരോ മനുഷ്യനെയും അറിഞ്ഞ് അവനവനെ നുഖത്തിൽ അമിക്കുമ്പോൾ മൃദുവായ നുഖത്തിൽ വെച്ച് ലഘുവായ ചുമട് മാത്രമേ നമ്മെ കൊണ്ട് ചുമപ്പിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ആ നുഖത്തിന് കനമില്ലാഞ്ഞിട്ടല്ല, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് വേണ്ടി നമ്മുടെ ഭാരം കൂടെ കർത്താവ് ചേർന്ന് വഹിക്കുന്നു. ഒരു നുഖത്തിൻ്റെ ഒരു ഭാഗം നെഞ്ചിൽ വെച്ച് അമിച്ചിരിക്കുന്ന ആ ഉഴവുന്ന ആ അർത്ഥത്തിൽ അത് പറഞ്ഞിരിക്കുന്നത്. 2 കാളയുടെ കഴുത്തിൽ നുഖം വെച്ചിട്ട് അതിൻ്റെ നടുക്ക് നെഞ്ചിൽ വെച്ച് കെട്ടിയിട്ട് ഈ ഭൂമി ഉഴുതു മറിക്കുവാൻ, അതെ, അതിൻ്റെ ഉഴുന്നവൻ ആ നേഞ്ഞലിൻ്റെ പിടിയെ പിടിച്ച് കാളയെ നടത്തി ഉഴുത് മറിക്കുന്നു. നിങ്ങൾക്കറിയാം, അത് വേനൽക്കാലത്ത് ഉഴുതു മറിക്കുമ്പോൾ നല്ല ക്ഷീണം അല്ലെങ്കിൽ നല്ല ഭാരം കാളയ്ക്കുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ ഇവിടെ ഒരു വശത്ത് മുഖം അമച്ചിരിക്കുന്നത് 33.5 വയസ്സുള്ള യേശുവിൻ്റെ പിടലിക്കാണ്. അവൻ പറയുകയാ, എൻ്റെ അടുക്കലേക്ക് നിങ്ങൾ കടന്നു പോരെ, എൻ്റെ ചുമട് ലഘുവാണ്, എൻ്റെ മുഖം മൃദുവാണ്, എൻ്റെ ചുമട് ലഘുവാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു കേടും സംഭവിക്കത്തില്ല. എൻ്റെ സ്വഭാവം ഏറ്റുവാങ്ങുന്നവരെ, എൻ്റെ സ്വഭാവമുള്ളവരായി തീരുന്നവരെ, എൻ്റെ മുഖത്തിൽ അമിക്കപ്പെട്ട് ഈ മുഖം വഹിച്ച് ഈ ചുമട് വഹിച്ച് പഠിച്ച് നിങ്ങൾ അപ്രകാരമായി തീരുന്നത് വരെയും അപ്രകാരം അമിക്കപ്പെട്ടിരിക്കണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് യേശുവിൻ്റെ മുഖമേറ്റ് യേശുവിൻ്റെ ചുമട് ചുമന്ന് അവനോട് പഠിച്ച് കഴിയുമ്പോൾ നാം ആരുടെ സ്വഭാവമുള്ളവരായിട്ടാണ് മാറുന്നത്? യേശുവിൻ്റെ സ്വഭാവമുള്ളവരായിട്ടാണ് മാറുന്നത്. അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. യേശുവിൻ്റെ സ്വഭാവം, യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ ശുശ്രൂഷ, അതാണ് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിൽ ഒരു കുടുംബത്തെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത് അതാണ്. ഒരു ദൈവസഭയെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന അതാണ്. തൻ്റെ മണവാട്ടിയെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന അതാണ്. തൻ്റെ കാന്തയെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന അതാണ്. തൻ്റെ രാജ്ഞിയെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത് അതാണ്. അത്രയേ ഉള്ളൂ യേശുവിൻ്റെ സ്വഭാവം. അതുകൊണ്ട് യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ ശുശ്രൂഷ, ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഈ ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് വീണ്ടും കർത്താവ് പറഞ്ഞിട്ടുള്ളത്. ഞാനത് ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ. ഇതിൻ്റെ ഗൗരവം, ഈ ദേഹീരക്ഷയുടെ ഗൗരവം മറ്റേതൊരിക്കലായി നടക്കുകയാം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, അത് ദൈവത്തിൻ്റെ ദാനമത്രേ. ആത്മരക്ഷ ജീവിതത്തിൽ ഒരിക്കൽ സംഭവിക്കുകയാം. എന്നാൽ ആ നിമിഷം മുതൽ മരിക്കുന്ന നാഴിക വരെയും ദേഹീരക്ഷ തുടർമാനമായി സംഭവിച്ചു കൊണ്ടിരിക്കുകയാം. ഇതിന് മറ്റൊരു ത്രികാല അർത്ഥത്തിൽ ഭൂതകാല രക്ഷയും വർത്തമാനകാല രക്ഷയും ഭാവി രക്ഷയും എന്ന് നമുക്ക് മനസ്സിലാക്കുക
മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മനുഷ്യത്വത്തിലെ ഘടകത്തെക്കുറിച്ച് പറയുമ്പോൾ ആത്മരക്ഷയും ദേഹിരക്ഷയും ദേഹരക്ഷയും എന്ന് പറയാനായിട്ട് കഴിയും. ഇതിലേറ്റവും ഗൗരവപ്പെട്ടിരിക്കുന്നതും നമ്മൾ വില കൊടുക്കേണ്ടതും നമ്മൾ സമയമെടുക്കേണ്ടതും നമ്മൾ നഷ്ടം സഹിക്കേണ്ടതും നമ്മൾ കഷ്ടം സഹിക്കേണ്ടതും ഒക്കെയും ദേഹിരക്ഷയോടുള്ള ബന്ധത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ കാര്യം ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് 7 പ്രാവശ്യം തൻ്റെ ശിഷ്യന്മാരോട് ഈ ദേഹിക രക്ഷ നിങ്ങൾ പ്രാപിച്ചേ പറ്റുകയുള്ളൂ, ഈ ദേഹിയുടെ ജീവനെ എനിക്ക് വേണ്ടിയും എൻ്റെ സുവിശേഷത്തിന് വേണ്ടിയും എൻ്റെ രാജ്യത്തിന് വേണ്ടിയും ഇവിടെ വെച്ച് നിങ്ങൾ ത്യജിച്ചേ പറ്റുകയുള്ളൂ എന്നിങ്ങനെ വളരെ വ്യക്തമായി സ്ഫുടമായി കർത്താവ് അമർച്ചയായി കൽപ്പിച്ചിട്ടുണ്ട്. ആ വാക്യങ്ങൾ ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒരിക്കൽ കൂടി ആ വാക്യം ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം ഒരു വാക്യം വായിച്ചാൽ മതി. 7 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നതും ഒരൊറ്റ വിഷയമാകയാൽ മത്തായി 10:39, മത്തായി 16:25, മർക്കോസ് 8:35, ലൂക്കോസ് 9:24, ലൂക്കോസ് 14:26, ലൂക്കോസ് 17:33. അവസാനമായി പറയട്ടെ, യോഹന്നാൻ 12:25. ആ 7 വാക്യം നിങ്ങൾ എഴുതിയോ? ഒന്നാമത് മത്തായി 10:39, രണ്ടാമത് മത്തായി 16:25, മൂന്നാമത് മർക്കോസ് 8:35, നാലാമത് ലൂക്കോസ് 9:24, അഞ്ചാമത് ലൂക്കോസ് 14:26, ആറാമത് ലൂക്കോസ് 17:33, ഏഴാമത് യോഹന്നാൻ 12:25. ആ യോഹന്നാൻ 12:25 മാത്രം ഒരാളൊന്ന് എടുത്തു വായിച്ചാട്ടെ. ആ ഒരൊറ്റ വിഷയം ഈ 7 വേദഭാഗങ്ങളിലൂടെ വാക്യത്തിലൂടെ എല്ലാം പറയുന്നത് ആ ഒരൊറ്റ വിഷയമാണ് എന്ന് നമുക്കറിയാനായിട്ട് കഴിയും. യോഹന്നാൻ 12:25 അല്ലേ? തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ ഈ ഭൂമിയിൽ വെച്ച് ആത്മരക്ഷ പ്രാപിച്ചിട്ട്, ഒരു മനുഷ്യൻ ആത്മരക്ഷ പ്രാപിച്ചവൻ്റെ കാര്യമാണ്, ഒരു മനുഷ്യൻ പിന്നെയും തൻ്റെ ജീവനെ സ്നേഹിച്ചു കൊണ്ടിരുന്നാൽ നിശ്ചയമായിട്ടും തൻ്റെ ജീവനെ കളഞ്ഞിരിക്കും. ബാക്കി വായിച്ചേ. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എന്നാൽ ഈ ലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ നിത്യജീവനായിട്ട് അതിനെ സൂക്ഷിച്ചിരിക്കും. നോക്കിക്കേ, ഈ കാര്യം തന്നെയാ പറയുന്നത്. എത്ര ഗൗരവമേറിയ വിഷയമായതുകൊണ്ട് 7 പ്രാവശ്യം കർത്താവ് ആവർത്തിച്ച് പറഞ്ഞത് നമുക്ക് വേണ്ടി. 4 സുവിശേഷങ്ങൾ രേഖപ്പെടുത്തി ആത്മാവ് തന്നപ്പോൾ കർത്താവ് നേരിട്ട് സംസാരിച്ചിട്ടുള്ളതായ ഈ വിഷയം 7 പ്രാവശ്യം എണ്ണിയെടുക്കത്തക്കവണ്ണം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന് പറയുന്ന 4 സുവിശേഷത്തിലായിട്ട് ഇത് ആവർത്തിച്ച് വെച്ചതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് നാം എന്താ മനസ്സിലാക്കേണ്ടത്? ആത്മരക്ഷ പ്രാപിച്ചതിന് ശേഷം ആ വ്യക്തി മരിക്കുന്നത് വരെയുള്ള ഈ ലോക ജീവിതകാലത്ത് തൻ്റെ ദേഹിയെ, തൻ്റെ ജീവനെ, തൻ്റെ പ്രാണനെ ഒരിക്കലും സ്നേഹിക്കരുത്. അതിനെ ഒരിക്കലും ഇവിടെ വെച്ച് നേടരുത്. ഇവിടെ വെച്ച് ദൈവത്തിന് വേണ്ടി, യേശുക്രിസ്തുവിന് വേണ്ടി, അവൻ്റെ സഭയ്ക്ക് വേണ്ടി, അവൻ്റെ സുവിശേഷത്തിന് വേണ്ടി, അവൻ്റെ രാജ്യത്തിന് വേണ്ടി ഈ ലോകത്തിൽ വെച്ച് അതിനെ പകച്ച്, അതിനെ കളഞ്ഞ്, അതിനെ മാറ്റിവെച്ച് ഒക്കെയും ജീവിക്കുന്നുവെങ്കിൽ വരാനുള്ള ലോകത്തിൽ നിങ്ങൾക്കതിനെ നേടുവാനായിട്ട് കഴിയും. ദേഹരക്ഷ പൂർത്തീകരിക്കപ്പെട്ടവനായി മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയാതെ മഹാപ്രതിഫലം പ്രാപിക്കാനായിട്ട് കഴിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത് വേണോ വേണ്ടയോ എന്ന് അവനവൻ തന്നെയാണ് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യം, ഇച്ഛാശക്തി അനുസരിച്ച് ഞാൻ 80 വർഷം ജീവിച്ചാലും 90 വയസ്സ് വരെ ജീവിച്ചാലും എൻ്റെ ദേഹിയുടെ ജീവനെ ലേശം പോലും ഞാനിവിടെ കളയത്തില്ല. ഞാൻ തിന്നും, ഞാൻ കുടിക്കും, ഞാൻ സുഖിക്കും, ഞാൻ ആസ്വദിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൂഢനായ ധനവാനെ പോലെ മൃഗതുല്യമായ ജീവിതം നയിച്ചുകൊണ്ട് പുറമേയുള്ള മനുഷ്യനെ ക്ഷയിപ്പിക്കാതെ, പുറമേയുള്ള മനുഷ്യനെ മെഴിപ്പിച്ചുകൊണ്ട് പുഷ്ടിയുള്ളവരാക്കിക്കൊണ്ട് ജീവിക്കാൻ കഴിയും എന്നുള്ളത് ഒരു
പരമാർത്ഥമായ കാര്യമാണ്. മറിച്ചും തീരുമാനിക്കുന്നുവെങ്കിൽ നിശ്ചയമായി അത് സാധിക്കും. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ തീരുമാനം എന്തായിരുന്നു? ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയും എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഓട്ടവും ഒന്ന് ചെയ്ത് തികയ്ക്കണമെന്ന്, ഒന്ന് ഓടി എത്തിക്കണമെന്നുള്ള ഏക ആഗ്രഹമല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എന്ന് പൗലോസ് വിളിച്ചു പറയുകയുണ്ടായി. വീണ്ടും അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. അതുകൊണ്ട് വീണ്ടും എഫേസ്യ ലേഖനത്തിൽ താൻ പറഞ്ഞു, ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ബലപ്പെട്ടു വരുന്നു. അതുകൊണ്ട് പത്രോസിന്റെ ലേഖനത്തിലും തീമോഥെയോസിന്റെ ലേഖനത്തിലും പത്രോസും തീമോഥെയോസും പറഞ്ഞു, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വിലയേറിയ വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, പിന്നെയോ സൗമ്യതയും സാവധാനതയും എന്ന മനസ്സാകുന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യനെ കൊണ്ട് നിങ്ങളെ അലങ്കരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവിടെ അപ്പോസ്തലൻ പറയുകയാ, പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ലെങ്കിൽ ദൈവം തമ്പുരാൻ തന്ന ശുശ്രൂഷ ജീവിതത്തിന്റെ അവസാനം വരെ ഒന്ന് ഓടി തികയ്ക്കണം, ചെയ്ത് തീർക്കണം എന്നുള്ള ആ തീരുമാനത്തോടെ, തന്റെ ക്രിസ്തീയ ജീവിതമാകുന്ന ഓട്ടം ഓടി എത്തിക്കണമെന്നുള്ള തീരുമാനത്തോടെ മുമ്പോട്ട് പോകുമ്പോൾ, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. ഞാൻ ഈ ഭൂമിയിൽ ആരുടെയും പൊന്നും വെള്ളിയും വസ്ത്രവും മോഹിച്ചിട്ട് പോലുമില്ല. എനിക്കും എന്നോട് കൂടെയുള്ളവർക്കും വേണ്ടി ഈ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് അതെ ഞങ്ങൾ ജീവിക്കുകയും ഇല്ലാത്തവരെ പോഷിപ്പിക്കുകയും ചെയ്യുന്ന അതിര് കടന്ന ഒരു ക്രിസ്തീയ ജീവിതം, പ്രതിഫലം മുഴുവൻ പിടിച്ചു വാങ്ങത്തക്കവണ്ണം സുവിശേഷം അറിയിക്കുന്നവൻ സുവിശേഷം കൊണ്ട് ജീവിക്കട്ടെ എന്ന് യേശുനാഥൻ പറഞ്ഞുവെങ്കിലും പ്രതിഫലം കുറഞ്ഞു പോകുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അങ്ങനെയുമല്ല ജീവിച്ചത്. സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ചാ ജീവിച്ചത്. ഈ യാത്രയിൽ, ഈ പ്രയത്നത്തിൽ ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നുമില്ല എന്ന് പറയുകയുണ്ടായി. നോക്കിക്കേ, ഇതാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് യേശു ക്രിസ്തുവിനെ പോലെ തൻ്റെ ദേഹിയെ ഇവിടെ വെച്ച് കളഞ്ഞുകൊണ്ട് അവിടെ വെച്ച് നേടുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തത്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം നാം വായിക്കുമ്പോൾ, നമ്മുടെ കർത്താവിൻ്റെ ജനനം മുതൽ, വളർച്ച മുതൽ, നമ്മുടെ കർത്താവിൻ്റെ പരസ്യ പ്രവർത്തനം മുതൽ, തൻ്റെ ക്രൂശ് മരണവും തൻ്റെ കബറടക്കവും തൻ്റെ പുനരുദ്ധാനവും ഒക്കെയുമായ കാര്യങ്ങളെ പ്രവചന രൂപത്തിൽ വിശദീകരിച്ചിരിക്കുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം തൻ്റെ വിഷയത്തോടുള്ള ബന്ധത്തിൽ മുൻകൂട്ടിയുള്ള പ്രവചനമാണ്. ആ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു, തൻ്റെ പ്രാണനെ, യേശു തൻ്റെ പ്രാണനെ മരണത്തിന് വേണ്ടി ഒഴുക്കി കളഞ്ഞു. എനിക്കും നിനക്കും വേണ്ടി പാപക്ഷമ കിട്ടുവാൻ, ആത്മരക്ഷ നേടുവാൻ, എൻ്റെയും നിന്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശു ക്രിസ്തു തൻ്റെ ജീവനെ, തനിക്കുമുണ്ടല്ലോ ദേഹം, ദേഹി ആത്മാവ്, തൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തൻ്റെ ജീവനെ മരണത്തിന് വേണ്ടി അവൻ ഒഴുക്കി കളഞ്ഞു എന്നത്രേ നാം അവിടെ വായിക്കുന്നത്. കാൽവരി ക്രൂശിൽ അതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സഹോദരന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമായിട്ടുള്ള ഒരു സ്നേഹം ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ കൊടുക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് മനുഷ്യവർഗത്തിന് വേണ്ടി തൻ്റെ രക്തം മുഴുവൻ കൊടുത്തപ്പോൾ തൻ്റെ ജീവൻ, മാനുഷിക ജീവൻ തൻ്റെ രക്തത്തിൽ അടങ്ങിയിരുന്നത് കൊണ്ട് തൻ്റെ ജീവനെ അവൻ രക്തമൊഴുക്കി കളഞ്ഞ കൂട്ടത്തിൽ ഒഴുക്കി കളഞ്ഞുവെന്നുള്ള പരമ യാഥാർത്ഥ്യം അനേക വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചിരുന്ന യാഥാർത്ഥ്യം 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ നിവൃത്തിയായി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാ. താൻ തന്നെ നിക്കോദീമോസിനോട് പറഞ്ഞിരുന്നു, എന്താ, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തി നാട്ടിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തി നാട്ടേണ്ടതാകുന്നു. അവനെ വിശ്വാസത്തോടെ നോക്കുന്നവനൊക്കെയും അന്ന് നോക്കി അഗ്നിസർപ്പത്തിന്റെ കടിയിൽ നിന്ന് ജീവരക്ഷ പ്രാപിച്ചതുപോലെ ഉയർത്തപ്പെട്ട യേശുവിലേക്ക് നോക്കുന്നവനൊക്കെയും നിത്യജീവൻ പ്രാപിക്കും എന്ന് കർത്താവ് അരുളി ചെയ്തു. യെശയ്യാ പ്രവാചകൻ അത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആകയാൽ സകല ഭൂസീമ വാസികളുമായുള്ളവരെ എല്ലാവരും എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവീൻ. ഭൂലോകത്തിന്റെ മധ്യഭാഗത്ത് കാൽവറി എന്ന് പറയുന്ന യെരൂശലേം പട്ടണത്തിന് പുറത്തുള്ള കുന്നിന്റെ മുകളിൽ മരക്കുരിശിൽ തൂങ്ങി നിൽക്കുന്ന നസ്രാത്തുകാരൻ യേശു ഭൂലോകത്തിന്റെ 5 വൻകരകളെ നോക്കിക്കൊണ്ട്, ചുറ്റുപാട് നോക്കിക്കൊണ്ട് വിളിച്ചു പറയുകയാ, ഭൂലോകത്തിൽ ജീവിക്കുന്ന സകല ഭൂസീമ വാസികളുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവീൻ. അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ് മരിക്കുന്ന, വേദന അനുഭവിക്കുന്ന ആളുകൾ ഉയർത്തിയ പിച്ചള സർപ്പത്തിലേക്ക് വിശ്വാസത്തോടെ നോക്കിയാൽ അഗ്നിസർപ്പത്തിന്റെ വിഷം ഇറങ്ങിപ്പോവുകയും അവൻ നിത്യമായി ജീവിക്കുകയും ചെയ്ത സംഭവം അച്ചിട്ടായിട്ട് ആശ്ചര്യമായിട്ട് പഴയ നിയമത്തിൽ സംഭവിച്ചതാണെങ്കിൽ കർത്താവ് അതാ
യഹോവ കൊണ്ട് അരുളി ചെയ്തത്, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനെ നോക്കുന്നവൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, കർത്താവായ യേശു തൻ്റെ പ്രാണനെ മരണത്തിന് വേണ്ടി എനിക്ക് നിനക്കും വേണ്ടി ഒഴുക്കി കളഞ്ഞു. സ്വയമായിട്ട് അവൻ മരിച്ചു എന്നറിയേണ്ടതാണ്. കർത്താവായിരിക്കുന്ന യേശു ചെയ്ത പോലെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസും പറഞ്ഞു, ഞാനും എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. നാം അവൻ്റെ ചരിത്രം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലോസിൻ്റെ പ്രവർത്തനം തീർന്നിട്ടില്ല, അത് ഇടയ്ക്കങ്ങ് ബ്രേക്ക് ചെയ്തു പോയി. പിന്നെ ചരിത്രത്തിൽ പറയുന്നു, റോമിൽ ജയിലിലായിരുന്ന പൗലോസിനെ ആദ്യം 2 വർഷം കഴിഞ്ഞപ്പോൾ ഇറക്കി വിട്ടു. വീണ്ടും അദ്ദേഹം അവനെ അറസ്റ്റ് ചെയ്ത് പിൽക്കാലത്ത് റോമിൽ കൊണ്ടുവന്നു. അങ്ങനെ വീണ്ടും ജയിലിൽ പാർപ്പിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നാം ചരിത്രത്തിൽ വായിച്ചിട്ടുള്ളതുപോലെ റോമാ നഗരം പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ തൻ്റെ ഭാര്യയുടെ ഇഷ്ടപ്രകാരം പണിയുവാൻ തക്കവണ്ണം ഒരു മാർഗം താൻ കണ്ടുപിടിച്ചു. റോമാ നഗരത്തിന് തീ കൊടുത്തു. അത് കത്തിച്ചാമ്പലായിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ തീപിടുത്തത്തിൻ്റെ, റോമാ നഗരം കത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വം ചക്രവർത്തി ഏറ്റെടുക്കുന്നില്ല. അതുകൊണ്ട് അന്ന് ഉള്ള നസ്രായ മാർഗക്കാരുടെ മേൽ, യേശുവിൻ്റെ ശിഷ്യന്മാരുടെ മേൽ ആ കൊലക്കുറ്റം ചുമത്തി. കർത്താവായിരിക്കുന്ന യേശു മരിച്ചു, 12 അപ്പോസ്തലന്മാരും മരിച്ചു, യോഹന്നാനും മരിച്ചു. അവസാനം ജീവിച്ചിരിക്കുന്നവൻ പൗലോസാണല്ലോ. അതുകൊണ്ട് അന്ന് അറിയപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ സഭയുടെ അറിയപ്പെട്ട ഏക നേതാവായിരിക്കുന്ന പൗലോസിനെ അവൻ അറസ്റ്റ് ചെയ്ത് റോമിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുകയാണ്. 2 വർഷം കഴിഞ്ഞപ്പോൾ വിധി പ്രഖ്യാപിച്ചു, ഇവനെ റോമ പൗരനാകയാൽ യഹൂദനാണെങ്കിലും ഇവനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നേക്കാൻ. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അപ്പോസ്തലൻ വാളുകൊണ്ട് വെട്ടിക്കൊല്ലുന്ന റോമിന്റെ വനാന്തരത്തിലേക്ക് പടയാളികളാൽ നയിക്കപ്പെടുകയും ആ ഉഗ്രദീപത്തെ ആ വനാന്തരത്തിൽ വെച്ച് വെട്ടിക്കൊന്ന് അസ്തമിപ്പിക്കുകയും ചെയ്തു. പൗലോസ് പറഞ്ഞത് എത്രയോ ശരിയാ, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എനിക്ക് എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കണമെന്നുള്ള ഏക ആഗ്രഹമല്ലാതെ മറ്റൊന്നുമില്ല. അവസാനം താൻ വിളിച്ചു പറഞ്ഞു, മരിക്കുന്ന സമയത്ത് ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതികിരീടം എനിക്കായി വച്ചിരിക്കുന്നു. ഞാനത് പ്രാപിക്കാനായിട്ട് കടന്നു പോകുന്നു. അത് എനിക്ക് മാത്രമല്ല കേട്ടോ, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വയ്ക്കുന്ന ഏവർക്കും ഈ നീതികിരീടം പ്രാപിപ്പാൻ ഇടയാകുമെന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് മാറ്റപ്പെട്ടു പോയി. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത് ഈ പ്രകാരമാണ്. മരിച്ച വിശുദ്ധന്മാർ ഉയർത്തി കഴിഞ്ഞിട്ട്, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞിട്ട് എല്ലാവരെയും പരിശുദ്ധാത്മാവ് മേഘത്തിലേക്ക് പൊക്കി കൊണ്ടുപോയി പ്രതിഫലത്തിന്റെ ന്യായാസനത്തിൽ വിസ്തരിക്കാൻ വരുമ്പോൾ ആയിരക്കണക്കിന് ദൂതന്മാരാൽ അനുഗതനായി പൗലോസിനെ പ്രതിഫലത്തിന്റെ ന്യായാസനത്തിലേക്ക് കർത്താവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൽ എഴുതിയിരിക്കുകയാ, തൻ്റെ വിശ്വാസികളിൽ, തൻ്റെ അപ്പോസ്തലന്മാരിൽ, തൻ്റെ പ്രവർത്തകരിൽ തന്നെ പോലെ തന്നെ ഏറ്റവും വലിയ പ്രതിഫലം പ്രാപിക്കുന്നത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസായിരിക്കും. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വലഭാഗേക്ക് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് അവനെ കുറിച്ച് അന്നത്തെ ജനത്തോട് യേശു പലതും വിളിച്ചു പറയും. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും എന്നൊക്കെയുള്ള കാര്യം ഈ ഭൂമിയിലെ കാര്യമല്ല, അവിടെ വെച്ച് നടത്തപ്പെടുന്ന പ്രതിഫലമാകുന്നുവെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് കർത്താവായിരിക്കുന്ന യേശുവിന്റെ കന്താപദവിയിലേക്ക് മാറുന്നതിൽ നമ്പർ 1 ആളുകളിൽ ഒന്നാമത്തവനായിരിക്കും അപ്പോസ്തലനായ പൗലോസ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ, പൗലോസ് ഈ പ്രതിഫലം ലഭിക്കേണ്ടതിന് വേണ്ടിയിട്ട് കന്താപദവിയിലേക്ക് മാറേണ്ടതിലേക്ക് വേണ്ടിയിട്ട് തൻ്റെ അരുമനാഥന്റെ മാതൃകയെ സ്വീകരിച്ചുകൊണ്ട് തൻ്റെ പ്രാണനെ മരണത്തിന് വേണ്ടി അവന് ഒഴുക്കി കളഞ്ഞു. അതുകൊണ്ട് ആ ബാലവൃത്തം ആളുകളോടും 7 പ്രാവശ്യം വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ജീവനെ, നിങ്ങളുടെ പ്രാണനെ ഇവിടെ വെച്ച് നിങ്ങൾ നേടിക്കൊണ്ടിരുന്നാൽ പ്രതിഫലത്തിന്റെ ന്യായാസനത്തിൽ വരുമ്പോൾ അതെല്ലാം നിങ്ങൾക്ക് നഷ്ടമാകും. ഇവിടെ വെച്ച് എനിക്ക് വേണ്ടിയോ എൻ്റെ സുവിശേഷത്തിന് വേണ്ടിയോ നിങ്ങളുടെ ജീവനെ ത്യജിച്ചു കളഞ്ഞാൽ പ്രതിഫലത്തിന്റെ ന്യായാസനത്തിൽ വരുമ്പോൾ ഈ പൗലോസിനെ പോലെ നിങ്ങളുടെ ജീവനെ നേടുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കുന്നു എന്നത്ര ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് കാണുന്നതല്ല ക്രിസ്തീയ ജീവിതം, ഇന്ന് അറിയുന്നതല്ല ക്രിസ്തീയ ജീവിതം, ഇന്ന് പഠിപ്പിച്ചിരിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. അതിനപ്പുറത്ത് അത് ക്രിസ്തു ജീവിച്ച പോലെയുള്ള ഒരു ജീവിതമാണ്. അതുകൊണ്ട് അവന്റെ മുഖമേറ്റ് പഠിച്ച് അവനെ പോലെ ആക്കി തീർക്കുന്നതാണ് ഈ ക്രിസ്തീയ ജീവിതം എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഓരോ ദിവസവും യേശുവിനെ പോലെയായി തീർന്ന് അവന്റെ സ്വഭാവം ചേഞ്ച് ചെയ്ത് അവന്റെ ജീവിതം പോലെ ജീവിച്ച് കാണിച്ച് അവൻ ചെയ്ത് തന്നിരിക്കുന്ന ശുശ്രൂഷ അവന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ചെയ്ത് മഹാപ്രതിഫലം പ്രാപിച്ചുകൊണ്ട് അവന്റെ വലഭാഗെ വരേണ്ടിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇതാണ് 7 പ്രാവശ്യം കർത്താവ് പറഞ്ഞതിൻ്റെ മർമ്മം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. തുടർന്നും നമുക്ക് അല്പം കൂടി ആ വിഷയം ചിന്തിക്കാം.
ഇതെങ്ങനെ പ്രാപിക്കാനായിട്ട് കഴിയും? ഒരു പ്രായോഗികമായ കാര്യമുണ്ടല്ലോ. ആത്മരക്ഷ എങ്ങനെ പ്രാപിക്കാൻ കഴിയുന്നു? യേശുവിനെ രക്ഷിതാവും കർത്താവും ക്രിസ്തുവും ദൈവവുമായി അറിഞ്ഞ് അംഗീകരിച്ച് വിശ്വസിച്ചാൽ, നീ എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് സമ്മതിച്ചു കഴിയുമ്പോൾ നിശ്ചയമായും വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുവാനും ആത്മരക്ഷ പ്രാപിക്കാനും കഴിയും. എന്നാൽ ഈ ദേഹിരക്ഷ പ്രാപിക്കുന്ന പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചിലത് ഞാൻ സൂചിപ്പിച്ചുവെങ്കിലും തുടർന്ന് നമുക്ക് ഇപ്രകാരം വായിക്കാം. എബ്രായ ലേഖനം 5:14 വായിച്ചാട്ടെ. എബ്രായ ലേഖനം 5:14. മതി. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എബ്രായ ലേഖനത്തോട് പറയുക, കാലം നോക്കിയാൽ എബ്രായ സഭയിലുള്ള അംഗങ്ങൾ മുഴുവൻ ഇപ്പോൾ ആരായി മാറാൻ? ഉപദേഷ്ടാക്കന്മാരായി, ദൈവസഭയുടെ പൊതു ശുശ്രൂഷകരായി തീരാൻ സമയമായി. പക്ഷേ ഒരെണ്ണം പോലും അങ്ങനെ വന്നിട്ടില്ല. ഇപ്പോഴും ഉപദേഷ്ടാക്കന്മാരായി മാറുവാൻ കാലം നോക്കിയാൽ ആകേണ്ട ജനം ഇപ്പോഴും എന്ത് ഭക്ഷണം കഴിക്കുന്നു? പാല് ഭക്ഷണം കഴിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഈ ഭക്ഷണമൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിലും ആത്മീക അർത്ഥത്തിൽ പൗലോസ് പറയുകയാണ്, ആത്മീകമായ പാല് ഭക്ഷണം. അവർ ശിശുക്കളാ. പാല് കുടിക്കുന്നവരെല്ലാം, പാല് കഴിച്ച് ജീവിക്കുന്നവർ, അങ്ങനെ മാത്രം കഴിച്ച് ജീവിക്കുന്നവരെല്ലാം ഈ ലോകത്തിൽ ആരാ? ശിശുക്കളാ. അങ്ങനെയാണെങ്കിൽ ആത്മീക പാലാകുന്ന ഭക്ഷണം മാത്രം കഴിച്ച് ആത്മീക ജീവിതത്തിലായിരിക്കുന്നവർ ആത്മീക ശിശുക്കളാണ്. ശരിയല്ലേ? അവരെയാണ് ജഡീകരെന്ന് പറയുന്നത്. അങ്ങനെയൊന്ന് കൃപയാൽ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതല്ലാതെ ദേഹിക്ക് അടിമപ്പെട്ട് ദേഹിയുടെ ഇഷ്ടമനുസരിച്ച് ദേഹി ജീവനാൽ നിയന്ത്രിക്കപ്പെട്ട് ജഡത്തിന് തോന്നിയ പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് ഇങ്ങനെ നടക്കുന്ന ഒരു കൂട്ടർ, അവരെ ജഡീകരെന്നും വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൗലോസ് പറയുകയാ, പാല് ഭക്ഷണം നിർത്തണം. നിർത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ചുകൂടെ കട്ടിയുള്ള ഭക്ഷണം കഴിക്കണം. കുറച്ചുകൂടെ കട്ടിയുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വളർന്നു വന്നു കഴിഞ്ഞാൽ ഏറ്റവും കട്ടിയായിട്ടുള്ള ഭക്ഷണം കഴിക്കണം. അതുകൊണ്ട് 3 തരത്തിൽ ഭക്ഷണത്തെ ഭാഗിച്ചു കൊടുത്തു. പാല് ഭക്ഷണം, ആഹാര ഭക്ഷണം, ഏറ്റവും കട്ടിയുള്ള ആഹാരം എന്നിങ്ങനെ പൗലോസ് ഭാഗിച്ചു കൊടുത്തു. അക്ഷരാർത്ഥത്തിൽ നമുക്കത് അറിയുകയും ചെയ്യാം. ആത്മീക ജീവിതത്തിൽ ഇത് ആവശ്യമാണ്. ഇതിപ്പം നമുക്കത് തിരിക്കാനായിട്ട് പറ്റുമോ? ഇത്രയേ ഉള്ളൂ. ശിശുപ്രായം കഴിഞ്ഞാൽ ശിശുപ്രായത്തിൽ എന്ത് കുടിക്കാനേ പറ്റത്തുള്ളൂ? ആത്മീക പാല് ഭക്ഷണം മാത്രമേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ, ശിശുവായി കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് പോരാതെ മുകളിലോട്ട് പോകണമെങ്കിൽ കട്ടിയുള്ള ആഹാര ഭക്ഷണം കഴിക്കണം. ആഹാര ഭക്ഷണം കഴിക്കണം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പാലൊക്കെ കൊടുത്തു കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോൾ ചോറ് അരച്ച് കൊടുക്കും, കുറുക്കുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കും, പൊടികളൊക്കെ കലക്കി ഇതൊക്കെ കൊടുത്തു തുടങ്ങും. അങ്ങനെ ആ കൊച്ചു വളർന്നു വരുന്ന പോലെ അതാ ആഹാരം എന്ന് പറയുന്നത്. കട്ടിയുള്ള ആഹാരം. ഈ ലോകത്തിൽ എന്ത് ഭക്ഷണമുണ്ടെങ്കിലും അത് കഴിച്ചാൽ ദഹിച്ച് ശരീരം വളർന്നു വരത്തക്കവണ്ണം, വ്യക്തിത്വം വളർന്നു വരത്തക്കവണ്ണമുള്ള ആ പ്രായപൂർത്തിയായ കാര്യമാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദേഹി രക്ഷിക്കപ്പെട്ട് അനുദിനം ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് ചേർന്ന് വരണമെങ്കിൽ അതിന് തക്കവണ്ണം നമ്മൾ ഭക്ഷണം കഴിക്കണം. അതിന് തക്കവണ്ണം നമ്മൾ ഭക്ഷണം കഴിക്കണം. പാല് ഭക്ഷണമാണ് ഏത്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നാൽ കട്ടിയുള്ള ഭക്ഷണത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകിയാൽ എൻ്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പീൻ. അപ്പോൾ നിങ്ങൾക്ക് സൗമ്യതയും താഴ്മയും ഉണ്ടാകും. എൻ്റെ സ്വഭാവമെല്ലാം നിങ്ങൾക്ക് ഉണ്ടാകും. ഗുരുകുല വിദ്യാഭ്യാസത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അവിടെയെല്ലാം ഈ വേദപുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട്, ഒരു ശിഷ്യൻ എവിടം വരെ വളരണം? ഗുരുവിനെ പോലെ ആകുന്ന ശിഷ്യന് മതി. നാം എന്ത് ചെയ്യണം? സഭയോടുള്ള ബന്ധത്തിൽ ക്രിസ്തു എന്ന തലയോളം വളരണം. നോക്കിക്കേ, അപ്പോൾ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ അങ്ങനെയാ. ആശാനെ പോലെ ശിഷ്യനാകുമ്പോൾ ഗുരുകുല വിദ്യാഭ്യാസം നിർത്തി അവനെ പുറത്തേക്ക് വിടും. അതാ ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. എന്ന് പറയുന്ന പോലെ തന്നെയാ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചും ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. 1 കൊരിന്ത്യർ 3:1-2 വാക്യം വായിച്ചാട്ടെ. അതുകൊണ്ട് പാല് ഭക്ഷണം നിർത്തി ആഹാരം കഴിച്ചു തുടങ്ങി
ഏറ്റവും കട്ടിയുള്ള ആഹാരം കഴിച്ച് വേഗം വളർന്നു വരത്തക്കവണ്ണമുള്ള അനുഭവത്തെക്കുറിച്ച് പറയുന്ന വേദഭാഗമാണ്. ഇതാണ് പ്രായോഗികമായിട്ട് ദേഹിരക്ഷയെ വളർത്തിക്കൊണ്ട് വരാനായിട്ടുള്ള മാർഗമുള്ളൂ. വേറെ ഒരു മാർഗവുമില്ല. ആ കൊരിന്ത്യ സഭയോട് പൗലോസ് ലേഖനം എഴുതുകയാ, പ്രിയ സഹോദരന്മാരെ, ഒന്നുകൂടെ വായിച്ചേ, 3:1 മുതൽ. ആത്മീകന്മാരോട്. അപ്പോൾ ഈ കട്ടിയുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ എന്തായി മാറും? ആളുകൾ ആത്മീകരായിട്ട് മാറും. അപ്പോൾ അതിന് താഴെ ഉള്ള അവസ്ഥ എന്താ? ദേഹീപരന്മാര്. അതിന് താഴെയുള്ള അവസ്ഥ എന്താ? ജഡീകന്മാര്. ഇവിടെ പൗലോസ് പറയുകയാ, നിങ്ങൾ ഏതവസ്ഥയിലേ വന്നിട്ടുള്ളൂ? നിങ്ങൾ ആരും ആത്മീകരായിട്ട് തീർന്നിട്ടില്ല. ക്രിസ്തുവിൽ ശിശുക്കളാ ഇപ്പോഴും. അതുകൊണ്ട് ശിശുക്കളുടെ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്ന എന്ത്? ജഡീകര് അല്ലേ? ക്രിസ്തുവിൽ ശിശുക്കളായിരിക്കുന്നവരുടെ കാര്യമല്ലേ അവരെ ജഡീകരെന്ന് പറഞ്ഞിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ടതാ, പക്ഷേ രക്ഷിക്കപ്പെടാത്തവൻ ചെയ്യുന്ന പോലെ ഒക്കെ ചെയ്യും. രക്ഷിക്കപ്പെട്ടതാ, രക്ഷിക്കപ്പെടാത്തവൻ പറയുന്നത് പോലെ ഒക്കെ പറയും. അങ്ങനെയുള്ള ആളുകളല്ലേ നമ്മൾ ഭൂരിപക്ഷവും, അല്ലേ? അതിൻ്റെ കാരണം ഇതാ. അതുകൊണ്ടാണ് ജഡീകൻ എന്ന് പറഞ്ഞത്. ഇത് രക്ഷിക്കപ്പെടാത്തതുകൊണ്ട്, ആത്മരക്ഷ പ്രാപിക്കാത്തത് കൊണ്ടാണോ? അല്ല, ശിശുവായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഉയർന്ന അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് ഒരു വ്യക്തി ആത്മീകനായിട്ട് മാറുന്നത് എന്നുള്ള കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. 1 കൊരിന്ത്യർ 2:6 വായിച്ച്. 1 കൊരിന്ത്യർ 2:6. മതി. തികഞ്ഞവരായ ആളുകളുടെ അടുക്കൽ ഞങ്ങൾ എന്ത് പ്രസംഗിക്കുന്നു? ജ്ഞാനത്തെ പ്രസംഗിക്കുന്നു. അത് ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല, ഇവിടുത്തെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല, സ്വർഗീയമായ ജ്ഞാനം ദൈവം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ട് ആത്മീകരായിട്ടുള്ളവർ, ആത്മീക ജീവിതത്തിൽ തികഞ്ഞു വന്നിട്ടുള്ളവരുടെ അടുക്കൽ ഞങ്ങൾ ആ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അപ്പോസ്തലന്മാർക്ക് ആളുകളെ വിഭജിക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ടല്ലേ കൊരിന്ത്യ സഭയെ 3 ഭാഗിച്ചത്. കൊരിന്ത്യ സഭയിൽ ഏറ്റവും കൂടുതൽ ജഡീകന്മാരും, പിന്നത്തെ കൂട്ടം ദേഹീപരന്മാരും, പിന്നത്തെ കൂട്ടം ചുരുക്കം ആത്മീകരുമാണ്. അതുകൊണ്ട് അതിന് തക്കവണ്ണം സംസാരിക്കാനായിട്ട് കഴിയുമായിരുന്നു. ഇന്ന് ആർക്കെങ്കിലും അത് നോക്കി സംസാരിക്കാൻ കഴിയുമോ? കാറടച്ചൊരു വെടിവെപ്പ് 3 കൂട്ടത്തിലും ഇരിക്കുന്നവർക്ക് ഒരേ വിഷയം തട്ടിക്കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വിതക്കാരൻ വിത്ത് വിതപ്പാൻ പുറപ്പെട്ടു. ചിലതെവിടെ വീണു? വഴിയരികെ വീണു. അതാര് കൊണ്ടുപോയി? ആകാശത്തിലെ പക്ഷി വന്നു കൊണ്ടുപോയി. സുഖമല്ലേ? വെള്ളത്തിലിറങ്ങി കൊത്തണ്ടല്ലോ, കരക്കിരുന്ന് സുഖമായിട്ട് കൊത്തി തിന്നാൽ മതിയല്ലോ. അപ്പോൾ അടുത്തത് പാറസ്ഥലത്ത് വീണു. അല്പം മണ്ണേ ഉള്ളൂ. വളരെ കരുത്തോടെങ്കിൽ മുളച്ചു വന്നെങ്കിലും ഒറ്റയാഴ്ച കൊണ്ട് മുളച്ചു വരികയും പിന്നത്തെ ആഴ്ച കൊണ്ട് കരിഞ്ഞു പോവുകയും ചെയ്തു. നോക്കിയേ, മുള്ളിനിടയിൽ ചില വിത്ത് വീണു. മുള്ളും കയറി വന്നു, വിത്തും കയറി വന്നു. അവസാനം മുള്ള് വിത്തിൻ്റെ മുകളിൽ കയറി പടർന്ന് ഇതങ്ങോട്ട് ഞെരിഞ്ഞമർന്ന് വലിഞ്ഞമർന്ന് പോയി. 3 സ്ഥലത്ത് വിതച്ചതും പോയി. അതേ വിത്താണ് 4-മത്തെ സ്ഥലത്ത് വിതച്ചത്. നല്ല നിലത്ത് വീണ വിത്ത്. നല്ല നിലത്ത് ആ വിത്ത് വീണതെങ്കിലും അത് തന്നെ എത്രയായിട്ട് തിരിഞ്ഞു? 30 മേനി ഫലം കൊടുത്തതും 60 മേനി ഫലം കൊടുത്തതും 100 മേനി ഫലം കൊടുത്തതും. ഇത് സകല ദൈവവചന ശുശ്രൂഷയിലും സകല ക്രൂസൈഡിലും ഒക്കെ ഈ അനുഭവം ഉണ്ടാകുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരൊറ്റ വിത്ത് എത്ര സ്ഥലത്ത് വീണു? വഴിയരികിൽ, പാറസ്ഥലത്ത്, മുള്ളിനിടയിൽ, നല്ല നിലത്ത്. 4 സ്ഥലത്ത് എപ്പോഴും വീണുകൊണ്ടിരിക്കും. അതിലെത്രയാ ഫലം കൊടുക്കുള്ളൂ? 4-1 മാത്രം ഫലം കൊടുക്കും. ആ ഫലം തന്നെ നല്ല നിലത്ത് വീണ വിത്താണ് പോലും. പക്ഷേ അത് തന്നെ എത്ര വിധത്തിലാണ് കൊടുക്കുന്നത്? ചിലത് 30 മേനിയെ ഫലം കൊടുക്കുള്ളൂ, ചിലത് 60 മേനിയെ ഫലം കൊടുക്കുള്ളൂ, ചിലത് 100 മേനിയെ ഫലം കൊടുക്കുള്ളൂ. കർത്താവ് എന്ത് ചെയ്യും? 30, 60, 100 മേനി കൊടുത്താൽ ആരെയും അധികം പ്രശംസിക്കേണ്ടത്? 100ക്ക് 100 ഫലം കൊടുത്ത ആളല്ലേ? ഇതാ ഞാൻ പറഞ്ഞത്. സൗദം, ശരീരം, കാന്ത. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? നല്ല നിലത്താ. ചിലർക്ക് 30 ഫലമുള്ളൂ, ചിലർക്ക് 60ആയി, ചിലർക്ക് 100ആയി. അപ്പോൾ ഇതിനെ നമ്മുടെ ഭാഷയിൽ തിരിഞ്ഞാൽ മൂലക്കല്ലാകുന്ന യേശുക്രിസ്തുവിന് മേൽ പണിതിരിക്കുന്ന സ്വർഗീയ സൗധം
30 മേനി വിളഞ്ഞു. അടുത്തത് 60 മേനി വിളഞ്ഞു. അതെന്താ? തലയും ശരീരവുമാകുന്ന ആ ബന്ധത്തിൽ 60 മേനി കിട്ടി. അടുത്തത് കാന്തനും കാന്തയുമാകുന്ന ബന്ധത്തിലേക്ക് വന്നപ്പോൾ 100 ഫലം കൊടുത്തു. എത്ര ഇതാന്ന് നോക്കി. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. റോമർ 12:2 നമുക്ക് എല്ലാവർക്കും അറിയാം. റോമർ 12-ാം അധ്യായത്തിന്റെ 1-2. നിങ്ങളിനി അത് പുറകോട്ട് നോക്കേണ്ടത് റോമർ 1-ാം അധ്യായം മുതൽ 8-ാം അധ്യായം വരെയുള്ള 8-ാം അധ്യായത്തിലെ ജയജീവിതത്തിൻ്റെ കാര്യങ്ങൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവസാനം ദേഹരക്ഷയെക്കുറിച്ച് പറയുന്നതാണ് 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം. അവിടെ ആത്മാവിൻ്റെ കാര്യം പറയുന്നില്ല. ശരീരത്തെ യാഗമായി സമർപ്പിക്കണം ദൈവമക്കളുടെ. അതുപോലെ തന്നെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഈ ലോകത്തിന് അനുരൂപര് ആകുകയും ചെയ്യരുത്. നോക്കിക്കേ, അത് ആത്മരക്ഷയുടെ കാര്യമല്ല. 9, 10, 11 അധ്യായത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. യഹൂദ ജാതിയുടെ ജാതീയമായ രക്ഷയുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാര്യമാണ് റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന് കിട്ടിയ സ്പെഷ്യൽ വെളിപ്പാടാണ്. സ്വജാതിക്കാരുടെ അന്ത്യം എന്താകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് അത് 8-ാം അധ്യായത്തിനും 12-ാം അധ്യായത്തിനും ഇടയ്ക്ക് ആയതുകൊണ്ട് അത് 8 വരെയുള്ള അധ്യായത്തിലെ വിഷയവുമല്ല, 12 മുതലുള്ള അധ്യായത്തിലെ വിഷയവുമല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ആത്മരക്ഷ പ്രാപിച്ച് പൂർത്തീകരണത്തിലേക്ക് വന്ന് ശിക്ഷാവിധി മാറ്റപ്പെട്ടു പോകുന്ന കാര്യമാണ് റോമാലേഖനം 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പാപം സംബന്ധിച്ച് മരിച്ച നീതിക്ക് ജീവിച്ചു വരണം. പഴയ മനുഷ്യനെ കർത്താവിൻ്റെ ക്രൂശോട് ചേർത്ത് ക്രൂശിച്ച് കൊന്നിട്ട് പുതുമനുഷ്യനെ ധരിച്ചു കൊണ്ടുവരണം. ന്യായപ്രമാണത്തിന് മരിച്ചവരായിട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് ദൈവത്തിന് ഫലം കഴിക്കുന്നവരായി മാറണം. അതുപോലെ തന്നെ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നുള്ള വിടുതൽ, ജഡത്തിൽ നിന്നുള്ള വിടുതൽ നമ്മൾ പ്രാപിക്കണം. ഈ 4 അനുഭവം വന്നു കഴിയുന്നവർക്ക് നരകശിക്ഷാവിധി ഇല്ലെന്ന വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഇന്ന് ആരൊക്കെ എങ്ങനെയൊക്കെ പഠിപ്പിച്ച് മൂഢസ്വർഗത്തിലാക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. പിന്നെ 8-1 തുടങ്ങുന്നത് 4 അനുഭവം പ്രാപിച്ചവരെ കുറിച്ച് പറയുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. മൂലഭാഷയിലും ഇംഗ്ലീഷിലും KJV വെർഷനിലും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ആത്മീകമായി ജീവിക്കുന്നവർക്ക് ആർക്കും ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് തന്നെ. അങ്ങനെ ശിക്ഷാവിധി മാറ്റപ്പെട്ടു പോയിട്ട് ജഡത്തെ ഒതുക്കി ആത്മാവിനാൽ ജീവിക്കുന്ന ജീവിതകാര്യം പറയുന്നത് 8-ാം അധ്യായം. അതുവരെ ആത്മരക്ഷയോടുള്ളതായിരിക്കുന്ന ബന്ധത്തിലെ കാര്യം അവസാനിപ്പിച്ചിട്ട് 12-ാം അധ്യായത്തിൽ പ്രായോഗിക ക്രിസ്തീയ ജീവിതം, അല്ലെങ്കിൽ വർത്തമാനകാല ജീവിതം, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ദേഹിയുടെ രക്ഷ. അതുകൊണ്ട് 12-1-2 പറഞ്ഞത്, നിങ്ങളുടെ ദേഹിയെ, നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ഇച്ഛാശക്തിയെ, നിങ്ങളുടെ വികാരത്തെ ഈ ലോകത്തിന് അനുരൂപപ്പെടുത്താതെ എന്ത് ചെയ്യണം? പുതുക്കി കൊണ്ടിരിക്കണം, പുതുക്കി രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കണം എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. പോരല്ലോ, ആത്മാവ് രക്ഷിക്കപ്പെട്ടു, ഇപ്പോൾ ദേഹിയെ ഇങ്ങനെ ചെയ്യണം. ഇനി ദേഹത്തെ എന്ത് ചെയ്യണം? നിത്യവും നന്മയും പ്രസാദവുമുള്ള യാഗമായി ദൈവത്തിന് നിത്യവും സമർപ്പിച്ചു കൊണ്ടിരിക്കണം. നിത്യവും നമ്മുടെ ശരീരത്തെ ഒരു യാഗമായി സമർപ്പിച്ചു കൊണ്ടിരിക്കുകയും നമ്മുടെ ദേഹിയെ എന്ത് ചെയ്യണം? പുതുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എങ്കിൽ ആ മനുഷ്യൻ്റെ രക്ഷാപൂർത്തീകരണത്തിലേക്ക് വരുവാൻ കഴിയും. ഇതാ വളരെ വ്യക്തമായി പറഞ്ഞത്. 12-ാം അധ്യായം, 13-ാം അധ്യായം, 14, 15 അധ്യായങ്ങൾ, 12, 13, 14, 15 4 അധ്യായങ്ങൾ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാം വിഷയങ്ങളാണ് അതിനകത്ത് അനുസരിക്കേണ്ടത്. അവിടെയാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്തീയത കാണുന്ന, ആത്മീയത കാണുന്നത്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് 16-ാം അധ്യായം ഉപസംഹാരം, എല്ലാവർക്കും നന്ദി പറഞ്ഞ് ഉപസംഹരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് റോമർ 12-1 പറയുന്നത് ദേഹരക്ഷയുടെ കാര്യമാണ്, ദേഹരക്ഷയുടെ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദേഹം രൂപാന്തരപ്പെടുന്നത് കർത്താവിൻ്റെ വരവിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ മരണത്തിന് അധീനമായ ശരീരത്തെ, ഈ ജഡത്തെ ഒരു കാര്യം നമ്മൾ ചെയ്തേ പറ്റുകയുള്ളൂ. ദിനംതോറും കർത്താവിൻ്റെ യാഗപീഠത്തെങ്കിലേക്ക് വച്ചിട്ട് ഇതിനെ കത്തിച്ചു കൊണ്ടിരിക്കണം, ഇതിനെ സമർപ്പിച്ചു കൊണ്ടിരിക്കണം.
അപ്പോൾ അത് പുതുകി 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 വന്നുകൊണ്ടിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. യാക്കോബ് 1:21 കൂടെ വായിച്ചാട്ടെ. യാക്കോബ് 1:21. ഒന്നുകൂടെ വായിച്ചത് നമ്മളെ ഞാൻ ഏറ്റു പറയാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞു, ദേഹീരക്ഷയുടെ കാര്യം പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാര്യമാണ് യാക്കോബ് തൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നോക്കിക്കേ, നിങ്ങളുടെ ആത്മാക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത് സോൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മൾ വെട്ടിത്തിരുത്തി എഴുതേണ്ടത് നിങ്ങളുടെ ദേഹികളെ എന്ന്. അപ്പോൾ ദുഷ്ടതയുടെ ആധിക്യം വിട്ടുകളഞ്ഞ്, എല്ലാ തിന്മയും വിട്ടുകളഞ്ഞ് നിങ്ങളുടെ ആത്മാക്കളെ, ദേഹികളെ, ദേഹിരക്ഷ പ്രാപിപ്പാനായിട്ട് എന്ത് ചെയ്യണം? ദേഹികളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം കണ്ടോ, സൗമ്യതയോടെ കൈക്കൊള്ളുക. ഉൾനടപ്പെട്ടിരിക്കുന്ന വചനം, ആ വചനം നമ്മുടെ അകത്താക്കിക്കൊണ്ട് ആ വചനാനുസൃതം ജീവിപ്പാൻ വചനത്തിൻ്റെ വ്യാപാര ശക്തിക്ക് നമ്മുടെ ദേഹിയെ താഴ്ത്തി കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ആത്മരക്ഷ പ്രാപിച്ചവൻ്റെ കാര്യമാണ്. പിന്നെയും അവനൊരു ദുഷ്ടതയുണ്ട് ഇല്ലേ? അതൊക്കെ മാറ്റിക്കളയണം. ഉൾനട്ടതായ വചന സൗമ്യതയോടെ കൈക്കൊള്ളണം, സൗമ്യതയോടെ കൈക്കൊള്ളണം. അങ്ങനെയാണ് ഈ ദേഹീരക്ഷ പ്രാപിച്ചു വരേണ്ടത് എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 2 Korinthi 3:18 കൂടെ വായിക്കാം. അപ്പം എങ്ങനെയാണ് ഈ ദേഹീരക്ഷ പ്രാപിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് പ്രാക്ടിക്കലായിട്ട് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. യേശു ക്രിസ്തു എപ്രകാരം തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നുവോ അതുപോലെ തന്നെ ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടണം. ഇതെപ്പോൾ നടക്കുന്ന കാര്യം? ആത്മരക്ഷയിലെ കാര്യമാണോ? അല്ല, ദേഹീരക്ഷയിലെ കാര്യമാണ്. അപ്പോൾ ദേഹീരക്ഷയിലാണ് തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച് യേശുവിനെ പോലെ ആയിത്തീരുവാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെയാ ഇന്നുള്ള വേർപാട് സഭക്കാർക്ക് ആയിത്തീരാത്ത കാര്യങ്ങളൊക്കെ മദർ തെരേസയെ പോലെയുള്ളവരും മഹാത്മാഗാന്ധിയെ പോലെയുള്ളവരുമൊക്കെ ജീവിച്ച് കാണിച്ചു കൊടുത്തത്. മദർ തെരേസ രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇവരൊക്കെയും യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളും മാതൃകകളും ഏറെ പിൻപറ്റിയവരാ. അതിൻ്റെ കാര്യം അവരിൽ കാണാൻ ഇടയായി. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ആത്മരക്ഷ പ്രാപിച്ചു എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയിലും കാണാത്ത ജീവിതത്തിൻ്റെ മാതൃക രാഷ്ട്രപിതാവ് ഭാരതത്തിൽ കാണിച്ചു കൊടുത്തു എങ്കിൽ, മദർ തെരേസ ലോകത്തിന് കാണിച്ചു കൊടുത്തു എങ്കിൽ അവർ ആത്മരക്ഷ പ്രാപിച്ചോ? ഇനി ആത്മാവിൻ്റെ നിത്യമായ രണ്ടുപേരും മരിച്ചു, വാസസ്ഥലം എവിടെയാണെന്നൊന്നും എനിക്കറിയത്തില്ല, എനിക്കതറിയേണ്ട കാര്യവുമില്ല, ഞാൻ ആഗ്രഹിച്ചാലും അത് അറിയത്തില്ല. അതൊക്കെ ആത്മാക്കളുടെ ഉടയവനായ ദൈവത്തിൻ്റെ കരുത്തിലിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം വളരെ ശരിയാ, പ്രായോഗിക ജീവിതത്തിൽ യേശുവിൻ്റെ ജീവിതം പോലെ പലതും ഈ ലോകത്തിൽ കാഴ്ചവെച്ച് കൊടുക്കാൻ ആർക്ക് കഴിഞ്ഞു? മഹാത്മാഗാന്ധിയെക്കുറിച്ചല്ലേ ഏതോ ഒരു വെള്ളക്കാരൻ ഷൂസിട്ട് അദ്ദേഹത്തെ ചവിട്ടിയെന്നൊക്കെ പറഞ്ഞ് അല്ലേ? മഹാത്മാഗാന്ധി ഒരു മുണ്ടു കൊടുത്ത് ഇങ്ങനെ ഷർട്ടും ഒക്കെ ഇടാത്ത ആളായിരുന്നു. അവനെയൊക്കെ കണ്ട വെള്ളക്കാർക്ക് ഇഷ്ടപ്പെടുവോ? പക്ഷേ ഷൂസിട്ട് ചവിട്ടിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, അങ്ങയുടെ കാലിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ എന്ന്. നമ്മളാണെങ്കിലോ നമ്മളാണെങ്കിൽ നിശ്ചയമായിട്ടും വെള്ളക്കാരൻ ജീവനോട് പോകുമെന്ന് എനിക്ക് തോന്നണില്ല. കേരളത്തിൽ വെച്ചാണെങ്കിൽ, വെള്ളക്കാരൻ നാട്ടിലാണെങ്കിൽ അവനാണല്ലോ ഭൂരിപക്ഷം. നമ്മൾ രക്ഷയുടെ കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യും. അപ്പം എന്താ ഈ പറയുന്നതിൻ്റെ അർത്ഥം? അപ്പം നിങ്ങൾ ചോദിക്കും, ആത്മരക്ഷ പ്രാപിച്ചിട്ടില്ലേ എന്ന്. ആത്മരക്ഷ പ്രാപിച്ചതാ, അതല്ലേ നിങ്ങളോട് പറഞ്ഞത്, സകല ദുഷ്ടതയും അല്ലേ? ഒന്നുകൂടെ വായിച്ചേ. ആ വാക്യം നമ്മളിങ്ങനെ ചേർത്ത് ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നത്.
യാക്കോബ് 1:21 ആകയാൽ എല്ലാ അഴുക്കും മാറ്റിക്കളയണം. അപ്പൊ ഈ അഴുക്ക് ആരെല്ലാം ഉണ്ടെന്ന് പറയുന്നത്? ആത്മരക്ഷ പ്രാപിച്ചവരല്ല. അതാ ഞാൻ പറഞ്ഞത്, എല്ലാ അഴുക്കും മാറ്റണം. പിന്നെ ദുഷ്ടതയുടെ ആധിക്യം മാറ്റണം. അപ്പൊ ഈ ദുഷ്ടതയുടെ ആധിക്യം ആരിലുണ്ട്? ഇത് നാട്ടിൽ ചെന്നുള്ള പ്രസംഗമാണോ ഇത്? അല്ല, ഇത് പ്രാക്ടിക്കൽ ലൈഫാ. അതിനകത്ത് എല്ലാ കാര്യമാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്താ? പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. ആത്മാവില്ലാത്ത ശരീരം ശവമായിരിക്കുന്ന പോലെ തന്നെയാ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ശവമാണെന്ന് പറഞ്ഞത്. നോക്കിക്കേ, ഇത് കേൾക്കുമ്പോൾ തോന്നും ഇതെന്ത് വൈരുദ്ധ്യമാണെന്ന്. വൈരുദ്ധ്യമല്ല. പൗലോസ് അപ്പോസ്തലൻ ആത്മരക്ഷയെക്കുറിച്ച് പറയുമ്പോൾ യാക്കോബ് ദേഹീരക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ ആത്മരക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഭൂതകാല രക്ഷയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ യാക്കോബ് അപ്പോസ്തലൻ വർത്തമാനകാല രക്ഷയെക്കുറിച്ച് പറയുന്നു. അത്രയേ ഉള്ളൂ. വിശ്വസിച്ചാൽ അതിൻ്റെ പ്രവൃത്തിയിൽ കൂടെ കാണിച്ചു കൊടുക്കണം. എന്ത് വിശ്വസിച്ചാലും വേണ്ടില്ല, അത് പ്രവൃത്തിയിൽ കൂടെ കാണിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് അതാ. അപ്പം നോക്കിക്കേ, ആത്മരക്ഷ പ്രാപിച്ച ആളുടെ അവസ്ഥ അതാണ്. രൂപാന്തരം വരേണ്ടത്, രൂപാന്തരം വരേണ്ടത്. അതെങ്ങനെയാണ് രൂപാന്തരപ്പെടേണ്ടത്? മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായ നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി. അപ്പൊ ഈ തേജസ് എവിടെ പ്രാപിക്കുന്നത് നിർത്തണം? യേശുവിൻ്റെ തേജസ് ആകുമ്പോൾ നിർത്തിയാക്കാനാ പറഞ്ഞത്. അല്ലാതെ മറ്റാരും നമുക്ക് മാതൃകയല്ല. ഇതെല്ലാം, ഈ വാക്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ആത്മരക്ഷ കഴിഞ്ഞിട്ട് നാം പ്രാപിക്കേണ്ട ദേഹിരക്ഷയുടെ കാര്യമാണ്. അല്ലെങ്കിൽ ഭൂതകാല രക്ഷ കഴിഞ്ഞിട്ട് നാം പ്രാപിക്കേണ്ട വർത്തമാനകാല രക്ഷയാണ്. ഈ കാലയളവിൽ ശരീരത്തെ യാഗമായി സമർപ്പിച്ച ജഡത്തിൻ്റെ പ്രവൃത്തികളെ കൂടെ നാം തകർത്ത് കളയണം. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ഗലാത്യ 5:19 പറയുന്നു. അത് പറഞ്ഞു തീർന്നിട്ട് ഈ വക പ്രവർത്തിക്കുന്നവൻ ആരും ഒരു നാളും ദൈവരാജ്യത്തെ അവകാശമാക്കുകയില്ല. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, സൗമ്യത, വിശ്വസ്തത, ഇന്ദ്രിയ ജയം എന്നവിടെ കാണുന്നു. ഈ വകയ്ക്കെതിരായിട്ട് ഒരു പ്രമാണവും ഇല്ല. ആത്മാവിൻ്റെ ഫലത്തിനെതിരായിട്ട് ഒരു പ്രമാണവും ഉണ്ടാകത്തില്ല. എല്ലാ പ്രമാണവും എന്തിന് കീഴ്പ്പെട്ട് നിൽക്കുന്നു? ആത്മാവിൻ്റെ ഫലത്തിന് കീഴ്പ്പെട്ട് നിൽക്കുന്നു എന്നാ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തേജസ് പ്രാപിക്കുക. 1 യോഹന്നാൻ 3-ാം അധ്യായം, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. അതൊക്കെ നമുക്കറിയാമല്ലോ. നാം ഇപ്പോൾ അങ്ങനെയാകുന്നു. എന്നാൽ നാം ഇതുവരെ എന്താകുമെന്ന് വെളിപ്പെട്ടിട്ടുമില്ല. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ സ്നേഹത്താൽ നമ്മളിപ്പോൾ ആര് തന്നെയാ? ദൈവമക്കളാ. എന്നാൽ നാം എന്താകുമെന്ന് ഇതുവരെ, ദൈവമക്കളായ നമ്മൾ എന്തായി തീരുമെന്ന് ഇതുവരെ എന്തായിട്ടില്ല. ഇതുവരെ 1 യോഹന്നാൻ 3 അവിടെ തന്നെ നോക്ക്. എന്നാൽ നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. യേശു പ്രത്യക്ഷനാകുമ്പോൾ നാം യേശുവിനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. എത്ര പറഞ്ഞാലും അങ്ങോട്ട് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ ദൈവരൂപത്തിൽ ഇരുന്നവൻ ദൈവത്തോടുള്ള സദൃശം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി അല്ലേ ഇങ്ങോട്ട് വന്നു. അവിടെ ഇരുന്നവൻ അതെല്ലാം വേണ്ടെന്ന് വെച്ച് താണ് മനുഷ്യൻ്റെ വേഷത്തിലായി, ദാസൻ്റെ രൂപത്തിലായി നമ്മുടെ അടുക്കിലേക്ക് വന്നു. എന്നാൽ ഇനി ദൈവമക്കൾ ആത്മരക്ഷ പ്രാപിച്ച് ദേഹീരക്ഷ പ്രാപിച്ച് യേശുവായിരിക്കുന്ന തേജസ്സിൻ്റെ അളവിലേക്ക് അങ്ങോട്ട് ചെന്ന് നാം പ്രാപിച്ച് ഇനി അവനെ അങ്ങോട്ട് ചെന്ന് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇങ്ങോട്ട് താണ് വരാൻ പോവുകയാണോ യേശു? അല്ല. ഇനി നാം ഉയർന്നുയർന്ന് നാം അവൻ ഇരിക്കുന്ന പോലെ തന്നെ അവനെ കാണുവാൻ തക്കവണ്ണം നാം അവനെ പോലെ ആയിത്തീരണം, അവനോട് സദൃശന്മാരായിത്തീരണം. ഇങ്ങനെ ഞാനാകും
എൻ്റെ യേശു എന്നെ തേടി ഇങ്ങോട്ട് വന്ന് ആത്മരക്ഷ തന്നെങ്കിൽ, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ ഇനി ജീവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതാകുന്നു എന്ന് പറയുന്ന പോലെ ഇനി അവന് വേണ്ടി ജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എങ്ങനെ ഇരിക്കും? അതുപോലെ ഞാനുമായി തീർന്ന് അവനെ അവിടെ ചെന്ന് കാണും. ഞാൻ ചോദിക്കട്ടെ, ഡൽഹിയിൽ ചെന്ന് പ്രധാനമന്ത്രിയെയോ പ്രസിഡന്റിനെയോ കാണണമെങ്കിൽ ചീഞ്ഞു നാറിയ വസ്ത്രവും ധരിച്ച് കുളിക്കാതെയും ഒക്കെ അങ്ങോട്ട് ഒരു പ്രാന്തനെ പോലെ ചെന്നാൽ ഡൽഹി പോയിട്ട് കേരളം വിട്ട് അപ്പുറത്തേക്ക് കിടക്കൂലല്ലോ. കിടക്കുമോ? അവിടെ ചെന്ന് പ്രസിഡന്റിനെയോ പ്രധാനമന്ത്രിയോ കാണണമെങ്കിൽ അതിന് തക്കവണ്ണം വലിയ ഒരു ഒരുക്കം നമുക്ക് ആവശ്യമാണ്. വേണ്ടേ? ഈ ലോകത്തിലെ നമ്മുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റിനും ഡൽഹി ചെന്ന് കാണണമെങ്കിൽ ഇത്രമാത്രം ഒരുക്കം ആവശ്യമാണെങ്കിൽ ആരാ നമ്മുടെ കർത്താവ്? രാജാതി രാജാവും കർത്താതി കർത്താവും ദൈവാതി ദൈവവും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയും അധികാരികൾക്ക് കിരീടം അടയുന്നവനും ഒക്കെ ആയിരിക്കുന്ന ദൈവത്തെ, തേജസ്സിൻ്റെ പൊന്നു കർത്താവിനെ അവനായിരിക്കുന്ന പോലെ കാണണമെങ്കിൽ അവനെ പോലെ ഇവിടെ വെച്ച് നമ്മളായിട്ടേ അങ്ങോട്ട് കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഞാൻ എൻ്റെ കർത്താവിനെ കാണും എന്ന് പ്രത്യാശ ഒരുത്തനുണ്ടെങ്കിൽ പ്രാക്ടിക്കലായിട്ട് അവനെ തന്നെ എപ്പോഴും നിർമ്മലീകരിച്ചു കൊണ്ടിരിക്കും. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? അവൻ ഈ പ്രത്യാശയുള്ളവനൊക്കെയും അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ചുമ്മാതെ നടക്കുന്ന പണിയല്ല. ഇതൊന്നും പ്രസംഗം കൊണ്ട് നേടുന്ന കാര്യമല്ല, ക്ലാസ് കൊണ്ട് നേടുന്ന കാര്യമല്ല, പാട്ട് പാടിയത് കൊണ്ട് നേടുന്ന കാര്യമല്ല, ആരാധിച്ചെന്ന് പറഞ്ഞിട്ട് നേടുന്ന കാര്യമല്ല, അന്യഭാഷ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നേടുന്ന കാര്യമല്ല. ഈ പറയണത് ഒന്നും ഇല്ലെന്നല്ല, അത് വേണ്ടെന്നല്ല. അതൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് നമ്മൾ സൂപ്പറായി കർത്താവിനേക്കാൾ മിടുക്കന്മാരായി എന്നുള്ള മിഥ്യാധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഈ വക കാര്യങ്ങൾ കൊണ്ടൊന്നും ആകുന്നതല്ല. ഇവിടെ എങ്ങനെയാകണം? അവനെപ്പോലെ തേജസ്സിൻ്റെ ഉടമയാകണം. അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ നമ്മളും നിർമ്മലതയുടെ ഉടമയായിരിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, ഫിലിപ്പിയ 2 കൊരിന്ത്യർ 7 പറയുന്നു. എന്താ പറയുന്നത്? അതുകൊണ്ട് ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷവും നീക്കിക്കളഞ്ഞ് എന്ത് ചെയ്യണം? ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളണം. എന്നതായി തികയ്ക്കാനുള്ളത്? നമുക്ക് എന്നതാ ഈ ലോകത്തിൽ തികയ്ക്കാനുള്ളത്? വിശുദ്ധിയെ തികയ്ക്കാനാണ് പറഞ്ഞത്. അല്ലാത്ത എന്തെങ്കിലും കാര്യം തികയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടോ? സമ്പത്ത് തികയ്ക്കണ കാര്യമോ, ശരീരം പുഷ്ടി വെപ്പിക്കുന്ന കാര്യമോ, ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. വിശുദ്ധിയെ തികയ്ക്കണം. വിശുദ്ധിയെ തികയ്ക്കാൻ എന്തു മാറ്റണം? ആത്മാവിലെ കന്മഷവും മാറ്റണം, ജഡത്തിലെ കന്മഷവും മാറ്റണം. പരിശുദ്ധാത്മാവിനാൽ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ റബ്ബർ വെട്ടുന്ന കാര്യം അറിയാം. എൻ്റെ വീട്ടിലും വെട്ടു തുടങ്ങി. പക്ഷേ ഷീറ്റടിച്ച് തരാനൊന്നും ആളില്ല. കഷ്ടിച്ച് വെട്ടി പാലെടുത്ത് ഒഴിച്ചു തരും. എന്നിട്ട് 2 വലിയ വീപ്പയിൽ കൊണ്ടുവന്ന് ഒഴിച്ചു വെക്കുക, ഏതോ കമ്പനിക്കാരുടെ. ആ വീപ്പ നിറഞ്ഞു കഴിയുമ്പോൾ അവർ വന്നത് എടുത്തുകൊണ്ട് പോകും. എത്ര ദിവസം കൊണ്ട് അവർ വീപ്പ നിറയണമെന്നറിയോ? അപ്പോൾ ഈ കമ്പനിക്കാർ വന്ന് ആ വീപ്പ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ അതിൻ്റെ അവസാനത്തെ തുള്ളി റബ്ബർ പാൽ വരെ അതിനകത്ത് വീണ് ആ വീപ്പ നിറഞ്ഞിട്ടല്ലേ അവർ കൊണ്ടുപോകത്തുള്ളൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം മാസങ്ങൾ ഇരിക്കേണ്ടി വരുന്നു. എത്ര ഇരുന്നാലും കുഴപ്പമില്ല, അതിനുള്ള മരുന്നൊക്കെ അവർ ചേർത്തിട്ടുണ്ട്, പാലിനൊരു കുഴപ്പവും പറ്റത്തില്ല. വീപ്പ നിറയുമ്പോൾ അവരെടുത്തുകൊണ്ട് പോകും. അവനെപ്പോലെ ആകാതെ അവനെടുത്തുകൊണ്ട് പോകുമോ? നമ്മുടെ കർത്താവിനെ പോലെ ആകാതെ കണ്ണി കണ്ടവനെയൊക്കെ എടുക്കാൻ വരുന്നവനാണോ നമ്മുടെ കർത്താവ്? ആണോ? ഒരിക്കലുമല്ല. ഒരു ദിവസത്തെ പാലൊഴിക്കുമ്പോൾ വീപ്പ പൊക്കാൻ ലോറി വന്നു കഴിഞ്ഞാൽ എത്ര 30 ദിവസം ലോറി വന്ന് പൊങ്ങിക്കൊണ്ട് പോകും. പിന്നെ എന്നാ കിട്ടാനാ? നടക്കുമോ? അത് നടക്കത്തില്ല. ഞാനൊരു സർവ്വസാധാരണമായ ഉദാഹരണം ആദ്യമായിട്ട് വീപ്പയിലെ പനി തുടങ്ങിയത്, അതുകൊണ്ട് ഓർത്തിരിക്കാൻ എളുപ്പം വന്നെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കർത്താവ് വന്ന് തൻ്റെ നിക്ഷേപത്തെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ അതിനതേ യോഗ്യത വേണം. അതേ യോഗ്യത വേണം. ആ യോഗ്യതയുടെ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചു, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിനല്ലോ അവൻ നമ്മെ ബാലശിക്ഷകളാൽ ദണ്ഡിപ്പിക്കുന്നത്. ബാലശിക്ഷകൾ തരുന്നത് എന്തിനു വേണ്ടി കേട്ടാ? വിശുദ്ധി പ്രാപിക്കാൻ. വിശുദ്ധി പ്രാപിക്കണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ബാലശിക്ഷ തരത്തില്ല. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ.
ഇതിനകത്ത് ബാലശിക്ഷകളാൽ വിശുദ്ധി പ്രാപിക്കാനും സുവിശേഷത്താൽ മഹത്വം പ്രാപിക്കുവാനും കഷ്ടതകളാൽ തേജസ് പ്രാപിക്കാനും ഇടയാകണം എന്ന് നമ്മൾ പലവട്ടം ചിന്തിച്ചിട്ടുള്ളതാണ്. ഈ തേജസ് പ്രാപിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഏതാണ്? യേശുവിൻ്റെ കഷ്ടത, അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയുക, അല്ലേ? അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെ രുചിക്കാൻ ആഗ്രഹമുള്ളവർ ആദ്യം അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിക്കണം. യേശുവിൻ്റെ മരണം നമ്മുടെ ശരീരത്തിൽ വാഴിപ്പിച്ചാൽ അവൻ്റെ ജീവൻ നമ്മിലുണ്ടാകും. നമുക്ക് ഈ ഒരു സൈഡ് വേണ്ട, മറ്റേ സൈഡ് മുഴുവൻ ഇനി കിട്ടണം എന്ന ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പരമ യാഥാർത്ഥ്യം, ദൈവമക്കളുടെ പരിശോധനകളെ നീക്കിക്കളയുവാൻ നിരന്തരമായി നിലവിളിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്താൽ ദൈവം അത് നീക്കിക്കളയും. എനിക്ക് കഷ്ടത പറ്റൂല പറ്റൂല പറ്റൂല, ഞാൻ മടുത്തു തരല്ലേ കർത്താവേ, ഞാൻ ചാവൂ എന്നൊക്കെ പറഞ്ഞാൽ കർത്താവ് എന്തു ചെയ്യും? ആ കഷ്ടത മാറ്റിക്കളയും. അതാണ് ഇന്ന് ഏറ്റവും വലിയ ചിന്താക്കുഴപ്പം. ഇതെല്ലാം മാറ്റിക്കളയാമെന്നല്ലേ പറയുന്നേ, മാറ്റി സുഖത്തോടെ ജീവിക്കാം. ഞാൻ 15 വട്ടം സമ്മതിക്കുന്നു. അതങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ ഹിസ്കിയാവിനോടല്ലേ പറഞ്ഞത്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കിക്കൊള്ളുക, നീ മരിച്ചു പോകും ഉടനെ എന്ന് പറഞ്ഞു, ഇല്ലേ? അവൻ ഗൃഹകാരിയൊക്കെ ശരിയാക്കിയെങ്കിലും ആ കട്ടിലയിൽ ചെരിഞ്ഞ ഭിത്തിയുടെ മുഖത്തേക്ക് മോന്തയം വെച്ചോണ്ട് അവിടെ കിടന്ന് കരച്ചിൽ തുടങ്ങിയെന്നല്ലേ? മുഖം ഭിത്തിയോട് ചേർത്ത് വെച്ച് അവൻ കരയാൻ തുടങ്ങി. അവൻ എന്തെല്ലാം എണ്ണിപ്പെറുക്കിയാ കരയണത്. അവസാനം കർത്താവ് പറഞ്ഞു, യെശയ്യാപ്രവാചകൻ ഇത് പറച്ചിൽ കഴിഞ്ഞ് പോയതാ, തിരിച്ചല്ലടാ, അവൻ അവിടെ കിടന്ന് കരച്ചില്ല, അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ആയുസ് വേണമെന്ന് പറഞ്ഞു നൊലോളിയാ, നീ എന്നുവെച്ച് നീട്ടി കൊടുക്കാമെന്ന് പറ എന്ന് പറഞ്ഞു. അപ്പം നോക്കിക്കേ, ആയുസ് നീട്ടിക്കൊടുത്തു. ഇപ്പോഴത്തെയാണ് നമ്മുടെ പ്രാർത്ഥന ഫലിക്കണു എന്ന് പറഞ്ഞത്. ഫലിക്കുക തന്നെ ചെയ്യും. കഷ്ടത വേണ്ടെന്ന് പറഞ്ഞാൽ കർത്താവ് മാറ്റിക്കളയും. പക്ഷേ ശുദ്ധീകരണം നിന്നുപോകും. എന്താ നിന്നു പോണത്? കഷ്ടതയാലുള്ള ശുദ്ധീകരണം നിന്നു പോയിട്ട് കഷ്ടതയാലുള്ള വിശുദ്ധി പ്രാപിക്കുന്നത് ഇല്ലാണ്ടായി പോകും. വിശുദ്ധി ഇല്ലാതെ വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ പുള്ളികൾ എവിടെയായിരിക്കും? ഭൂമിയിലെ കളിയല്ലാതെ സ്വർഗത്തിൽ കളിക്കാൻ പോവോ? ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളാനാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരാകുവിൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കരഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥിച്ചാൽ, നമ്മൾ മുട്ടിപ്പായിട്ട് അപേക്ഷിച്ചാൽ, പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചോ നേടിയെടുത്താലൊക്കെ പറഞ്ഞാൽ അതൊക്കെ നടക്കുന്ന കാര്യമാണ്. പക്ഷെ തകരാറ് സംഭവിക്കുന്നത് ആർക്കാ? കർത്താവിനാണോ? മറ്റേ കാര്യം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് ആയുസ്, എടാ നീ കരച്ചിൽ നിർത്തിക്കോ, ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടു, നിനക്ക് ആയുസ് തരാൻ പോവുക, ഉടനെ അങ്ങ് ചാവൂല്ല എന്ന് ദൈവം പറഞ്ഞു വിട്ടു. അത് പറയാനാ വീണ്ടും ഞാൻ വന്നേന്ന് പറഞ്ഞു. സന്തോഷമായി. ഉടനെ അവൻ പറയുകയാ, ഞാനിപ്പോൾ ഉടനെ മരിക്കൂല്ല, രണ്ടാമത് പറഞ്ഞ കണക്ക് ആയുസ് നീട്ടി കിട്ടുമെന്ന് ഒരു അടയാളം കാണിക്കാൻ പറഞ്ഞു. ഉടനെ ചോദിച്ചു, നിനക്ക് എന്ത് അടയാളം? സൂര്യ ഘടികാരത്തിൽ, അല്ലേ? രാജാവിൻ്റെ അവിടെയുള്ള സൂര്യ ഘടികാരത്തിൽ നിഴൽ 10 പടി മുമ്പോട്ട് കയറി പോണോ 10 പടി താഴോട്ട് ഇറങ്ങണോ എന്ന് ചോദിച്ചു. ഇവൻ എന്നാ അടയാളം വേണമെന്ന് പറഞ്ഞേ? പുറകോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. സൂര്യൻ കറങ്ങുന്നതനുസരിച്ച് മണികൾ 1, 2, 3 ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഈ ബാറ്ററിയുടെ ചാർജ് കൊണ്ട് ഈ ക്ലോക്ക് ചലിക്കുന്ന പോലെ തന്നെ സൂര്യൻ്റെ ഇതുകൊണ്ടാ, അതാ സൂര്യ ഘടികാരം. ആ സൂര്യൻ അതിൻ്റെ ഇതനുസരിച്ചാ, അതുകൊണ്ട് ഇത് മുമ്പോട്ടാ ക്ലോക്ക് പോകുന്നത്. അതതിൻ്റെ സാധാരണ നിലയാ. ഇത് പുറകോട്ട് പോകണമെങ്കിൽ ആര് പുറകോട്ട് മാറണം? സൂര്യൻ പുറകോട്ട് മാറണം. അല്ലാതെ നമ്മൾ കൈ കൊണ്ട് കാണിച്ചാൽ പോവോ? സൂര്യൻ അങ്ങോട്ട് കറങ്ങുമ്പം ഈ സൂര്യ അങ്ങോട്ടേ പോകത്തുള്ളൂ. ഇങ്ങനെ ഓടല്ല, അതാ സൂര്യ ഘടികാരം. അത് മുമ്പോട്ട് പോകാൻ പറഞ്ഞെങ്കിൽ വളരെ എളുപ്പമായിരുന്നു. ഇവനാൾ ഭയങ്കര ബുദ്ധിമാനായി രാജാവ്. അത് 10 പടി പുറകോട്ട് ഇറങ്ങാൻ പറഞ്ഞു. എന്തു ചെയ്യും? പുറകോട്ട് ഇറക്കി കൊടുത്തില്ലേ? അതെങ്ങനെയാണ് ഇറക്കി കൊടുത്തേ? നമ്മളൊക്കെ വിചാരിച്ചേക്കണത് യേശുവിൻ നാമത്തിൽ ഇങ്ങനെ കാണിച്ചപ്പോൾ ഇനി പോകുന്ന അങ്ങനെയൊന്നുമല്ല. ഇവനത് മനസ്സിലാക്കാൻ വേണ്ടി ദൈവം പ്രപഞ്ചത്തെ നിർത്തി കൊടുത്തു. സൂര്യനെ പുറകോട്ട് മാറ്റിച്ചു. പുറകോട്ട് അന്ന് യോശുവ വിളിച്ചു പറഞ്ഞു, നേരെ സന്ധ്യയാകാൻ പോകുന്നു, ഇസ്രായേൽ തോക്കാനും പോവുക, ശത്രു പ്രബലപ്പെടാനും പോവുക. അതുകൊണ്ട് എന്ത് ചെയ്യും ദൈവമേ? സൂര്യ ഗിബെയോനിൽ നിൽക്കടാ, ചന്ദ്ര അയ്യാലോൻ താഴ്വരയിൽ നിൽക്കടാ എന്ന് പറഞ്ഞു. ആ പടം നിന്ന് കൊടുത്തില്ലേ യുദ്ധം ജയിക്കുന്ന ഇടം വരെ. അതുകൊണ്ട് സൂര്യൻ അയ്യാലോൻ താഴ്വരയിലും ചന്ദ്രൻ ഗിബെയോനിലൊക്കെയാണോ? എൻ്റെ ചീനിക്കുടിയിൽ വീട്ടിലിരുന്ന് നോക്കിയാൽ ഇടുക്കിയിലാണ് സൂര്യൻ ഉദിച്ചു വരുന്നതെന്ന് എനിക്കറിയാം. വാഴത്തോപ്പിൻ്റെ അപ്പുറയുള്ള ഇടുക്കിയുടെ അപ്പുറയുള്ള വാഴത്തോപ്പ് മലയിൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ 2 ഇരട്ടിയും കൂടെ ദൂരം അപ്പറയാ. അപ്പം നമ്മൾ ഈ സൂര്യൻ അസ്തമിക്കുന്നതിന് ഉദിക്കുന്നതിനൊക്കെ ഇപ്പോൾ സൂര്യൻ പോത്താനിക്കാടാണ് ഉദിക്കണതെന്ന് തോന്നിപ്പോവും. പോത്താനിക്കാടാണോ? അല്ല.
എന്ന് പറഞ്ഞ പോലെ യോശുവ നോക്കിയപ്പോൾ ഗിബയോൻ്റെ അവിടെയായി സൂര്യൻ. ഗിബയോൻ ദേശത്തിൻ്റെ ആ ഭാഗത്തായി അവിടെ നിൽക്കാൻ പറഞ്ഞു. അവിടെ നിന്നു. അത് എന്തോരം നേരം നിന്നെന്നറിയാവോ? ആകപ്പാടെ 24 മണിക്കൂറുള്ള ഒരു ദിവസം ഭൂലോക ചരിത്രത്തിലില്ല. അതിൽ 10 പടിയുടെ 1 മണിക്കൂറിനകത്ത് ഏതാനും മിനിറ്റുകൾ മാത്രം, 10 മിനിറ്റ് പടികൾ ഇസ്ക്യ രാജാവിൻ്റെ കാലഘട്ടത്തിൽ സൂര്യൻ പുറകോട്ട് പോയതും ബാക്കി 23 മണിക്കൂർ ബാക്കി മിനിറ്റുകൾ എവിടെ നിർത്തിക്കൊടുത്തതാ? യുദ്ധം ജയിക്കാൻ വേണ്ടി ദൈവം വന്ന് നിർത്തിക്കൊടുത്തതാ. ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് കണ്ടുപിടിച്ചു. കാലങ്ങളെ പുറകോട്ടടിച്ചപ്പോൾ ഈ കാലഘട്ടത്തിൽ ചെന്നപ്പോൾ സൂര്യൻ അവിടെ നിന്നുപോയി. അതെല്ലാം ശാസ്ത്രീയമായിട്ട് തെളിയിച്ച് കളഞ്ഞതാ. ഞാൻ പറഞ്ഞത് ആയുസ് നീട്ടിക്കൊടുത്തു, അതിന് അടയാളവും കൊടുത്തു, അവൻ ഓക്കെ ആയി. എത്ര കൊല്ലം ജീവിച്ചു? 15 കൊല്ലം. ഹിസ്കിയാവിൻ്റെ ജീവിതത്തിലെ കഷ്ടകാലമായിരുന്നു ആ 15 കൊല്ലം. കഷ്ടകാലം എന്ന് പറഞ്ഞാൽ ആ ജീവിച്ച 2 കൊല്ലം കഴിഞ്ഞപ്പോൾ, ഈ സംഭവത്തിന് ശേഷം 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചുണ്ടായി രാജാവിന്. അവൻ്റെ പേരാ മനശ. ഇതുപോലെ വെടക്ക് പിടിച്ച ഒരു രാജാവ് ഇസ്രായേലിലുണ്ടായിട്ടില്ല. നിങ്ങൾക്കറിയാമേലേ? വിഗ്രഹാരാധനക്കാരനും ദുർനടപ്പുകാരനുമായിട്ട് ജാതിക ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു ദുഷ്ട രാജാവ് ഇസ്രായേലിൽ മനശയെ പോലെ ഉണ്ടായിട്ടില്ല. ഇവൻ അന്ന് ചത്താർന്നെങ്കിൽ ഇവന് ജന്മം കൊടുക്കേണ്ട വരുമായിരുന്നോ? ദൈവം എത്ര നല്ലവനെന്നറിയാവോ? അതങ്ങനെ പോട്ടെ. നമ്മളെ ആഗ്രഹം 5-6 മക്കളെ ദുഷ്ടന്മാരായിട്ട്, ലോകത്തിലേക്കും ദുഷ്ടന്മാരായിട്ട് ജനിപ്പിച്ചാലും വേണ്ടില്ല, എനിക്കൊരു 25 കൊല്ലം കൂടെ ജീവിച്ചിരിക്കണം. അതാ അവൻ്റെ ആഗ്രഹം. അതിൻ്റെ 2 സൈഡാ. അടുത്തത്, ഇങ്ങനെ അത്ഭുതത്താൽ ഇവൻ ജീവിച്ചിരുന്നു എന്ന് ലോകം മുഴുവൻ അറിഞ്ഞപ്പോൾ ബാബിലോൺ സാമ്രാജ്യത്തിലെ ആളുകളെല്ലാം കൂടെ ഇവനെ കാണാൻ വന്നു. അത് പിന്നെ അങ്ങനെയാണല്ലോ. കുന്നുമേലെ ചെന്ന നാളെ മുതൽ നിലത്തോടെയല്ല, കരയക്കടിയല്ല, ഭൂമിക്കടിയല്ല നടക്കണം, വായുക്കട പറന്ന് നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂലോകത്തിലുള്ള ആളുകൾ മുഴുവൻ ഇവിടെ കാണാൻ വരൂല്ലേ? കേരളത്തിൽ കടിയാ പറക്കണമെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ പോലെ ഇത് കാണാനായിട്ട് വന്നതാ. കാണാനായിട്ട് വന്നിട്ട് വലിയ കേമം വെച്ച് അരമനയുടെ മുഴുവൻ കാര്യങ്ങളും കാണിച്ചു കൊടുത്തു. അത് പിന്നെ സഹിക്കാം. ദേവാലയത്തിൻ്റെ അകത്തെ കാര്യങ്ങളും കാണിച്ചു കൊടുത്തു. ഏത് രാജ്യത്തിലെ ചക്രവർത്തിയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ അരമന രഹസ്യം മുഴുവൻ കാണിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? വീട്ടിയാൻ. അത് അങ്ങനെ പോട്ടെ. യഹോവയുടെ വിശുദ്ധ ആലയത്തിലെ അകത്ത് കയറ്റി അതിനകത്തെ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇത് രണ്ടും ചെയ്തു. ദൈവം ഇറങ്ങി വന്നു. എന്താ പറഞ്ഞത്? മനശ ജനിച്ചു. ഈ രാജാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ 13 വയസ്സുള്ളവനായ മനശ വീണ്ടും രാജസ്ഥാനത്ത് വന്നു. അപ്പോൾ ഈ സംഭവത്തിന് ശേഷം എത്ര കൊല്ലം കഴിഞ്ഞാൽ അവൻ ജനിച്ചത്? 2 കൊല്ലം. രാജാവ് മരിക്കുമ്പോൾ മനശയ്ക്ക് എത്ര വയസ്സുണ്ട്? 13ാമത്തെ വയസ്സിൽ അവൻ രാജസ്ഥാനത്ത് വന്നു. പിന്നീട് അവൻ്റെ ജീവചരിത്രം പരിതാപകരമാണ്. മറ്റവരെല്ലാം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ എൻ്റെ ആലയത്തിൻ്റെ രഹസ്യവും അരവിൻ്റെ രഹസ്യവും വെളിപ്പെടുത്തി കൊടുക്കാൻ ഇടയായതുകൊണ്ട് നിൻ്റെ സന്താന പരമ്പരകൾ, നിൻ്റെ ജനവും കൂട്ടരും മുഴുവൻ എങ്ങോട്ട് അടിമയായി പോകേണ്ടി വരും? ബാബിലോണിലേക്ക് അടിമയായി പോകേണ്ടി വരും. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ദാനിയേൽ എന്നൊക്കെ പറയുന്ന പിള്ളേർ അടിമകളായിട്ടല്ലേ അവിടെ കഴിഞ്ഞത്? നോക്കിക്കേ, 2 ഭയങ്കര ദുരന്തങ്ങൾ. എന്താ കാരണം? നിന്റെ ഗൃഹകാര്യം ശരിയാക്കിക്കോ, നീ മരിച്ചു പോകാൻ സമയമായി, തിരിഹിതം പോലെ നടക്കട്ടെ, ഞാൻ എൻ്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കി കൊള്ളാമെന്ന് പറഞ്ഞ് മരിക്കേണ്ടതേ കാര്യമുള്ളൂ. ആയുസ് നീട്ടിക്കിട്ടിയത് ഭയങ്കര ഉപവാസവും പ്രാർത്ഥനക്കാരനുമായിട്ട് അന്നോർത്താ. എന്ത് ചോദിച്ചാലും ദൈവം അത് കൊടുക്കുന്നുണ്ട്. ബിലയാമിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. പോകണ്ട എന്ന് ആദ്യം പരിശുദ്ധാത്മാവ് പറഞ്ഞു, ദൈവം പറഞ്ഞു. പക്ഷേ ദ്രവ്യാഗ്രഹത്തിൻ്റെ കൂടുതൽ കൊണ്ടും കിട്ടാൻ പോകുന്ന സമ്പത്തിൻ്റെ ഭാവന കൊണ്ടും വീണ്ടും ദൈവത്തോട് ചോദിക്കാൻ പോയി. 2ാം പ്രാവശ്യം ചോദിക്കാൻ പോയപ്പോൾ ആദ്യം പോകണ്ടെന്ന് പറഞ്ഞ ദൈവം പിന്നെ എന്ത് ചെയ്തു? പൊക്കോളാൻ പറഞ്ഞു. നിങ്ങളുടെയൊക്കെ വിചാരം ഇടിച്ച് തൊഴിച്ച് ആത്മീയത്തിലേക്ക് കൊണ്ടുവരുമെന്നാ? ഇല്ല, പോകാൻ പറഞ്ഞു. ഒരു നേരിയ മനഃശാന്തി. ഞാൻ പോകുന്നത് ആര് പറഞ്ഞിട്ടാ? ഞാൻ പറയുക, ആര് പറഞ്ഞിട്ടാ? എന്നാൽ അവൻ ഇങ്ങനെ പറയണ്ടേ? 1ാം പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോൾ പോകരുതെന്നാ പറഞ്ഞ്. ദ്രവ്യാഗ്രഹത്തിൻ്റെ കൂടുതലുകൊണ്ട് 2ാം പ്രാവശ്യം ഞാൻ അനുവാദം ചോദിക്കാൻ പോയി, ഇപ്പോൾ പൊക്കോളാൻ പറഞ്ഞതാന്ന് പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലായേനെ. ഇവൻ ഇതേ പറയുള്ളൂ, ഞാൻ ദൈവം പറഞ്ഞിട്ടാ വന്ന്. ഈ ഓരോരുത്തർ ചുരുഷിക്ക് വരുമ്പോൾ പറഞ്ഞു കേട്ടില്ലേ, എന്നെ അങ്ങനെ അയച്ചതാ, ഇങ്ങനെ അയച്ചതാന്ന്. ഇങ്ങനെ പറഞ്ഞോണ്ടാ അങ്ങ് പോകുന്നേ. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ഇവർ പോയി. ഈ ദുരന്തങ്ങൾ രണ്ടും സംഭവിക്കാൻ ഇടയായത് ഹിസ്കിയാവിനെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ആയുസ്സിൻ്റെ അന്തവും ജീവിതത്തിൻ്റെ അന്തവും ദൈവഹിതത്തിന് വിട്ടാൽ മതിയായിരുന്നു. കരഞ്ഞു പിടിച്ച് മേടിച്ചതല്ലേ ആയുസ്. ഒരു ദിവസം മരിക്കുന്നതിന് ഒരു ദിവസം കൂട്ടിയെടുത്തിട്ട് ആ ദിവസം ഭയഭക്തിയോടെ ജീവിച്ചില്ലെങ്കിൽ മുഴുവൻ തകർന്നു പോകും. 75-ാമത്തെ വയസ്സിൽ അബ്രാഹാമിനും സാറയ്ക്കും കൂടെ ഒരു കൊച്ചുണ്ടാകുമെന്ന് ദൈവം അരുളപ്പാട് കൊടുത്തിട്ട് പ്രാപിക്കേണ്ടത് 25 കൊല്ലം കഴിഞ്ഞ് 100-ാമത്തെ വയസ്സിലായിരുന്നു. എന്നാൽ 15 കൊല്ലമായപ്പോൾ സാറ മടുത്തു. അപ്പം സാറ ഒരു വിദ്യയൊക്കെ പറഞ്ഞു കൊടുത്തു. ആരെ ജനിപ്പിച്ചു? അബ്രാഹാം ഹാഗാറിൽ ഇസ്മായേലിനെ ജനിപ്പിച്ചു. ദൈവം പറഞ്ഞിടത്തോളം കാത്തിരിക്കാതെ മാനുഷികമായിട്ട് അത് പൂർത്തീകരിക്കാൻ നോക്കിയതാ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇസ്മായേൽ ജനിച്ചു. അന്ന് മുതൽ ഇന്ന് വരെയുമല്ല, പുതുവാന ഭൂമി വരുന്നേടം വരെ ഈ ലോകത്തിൽ ഇസ്രായേലിന്റെ നിത്യശത്രുവായിട്ട് ഇരിക്കുന്നത് ആരാ? ഇസ്മായേല്യർ. എന്തോരം വർഷത്തെ ശത്രുതയാ. അബ്രാഹാമിൻ്റെ കാലം മുതൽ ഇപ്പം എത്ര കൊല്ലമായി നമുക്കറിയാവല്ലോ. ഇനിയും എത്ര കൊല്ലം കഴിയണം? കർത്താവ് വന്ന് സഭയെ ചേർത്ത് എതിർ ക്രിസ്തുവിൻ്റെ ഭരണം കഴിഞ്ഞ് വന്ന് 1000 കൊല്ലം ഭരിച്ച് കഴിഞ്ഞിട്ട് വേണം പുതുവാന ഭൂമി ഉണ്ടാകാൻ. അതുവരെയും ശത്രുതയിൽ കഴിയുന്ന ജനം. ഇതെങ്ങനെയുണ്ടായി? ഇസ്മായേൽ ഉണ്ടാകുമായിരുന്നോ? ദൈവം പറഞ്ഞ കണക്ക് 25 കൊല്ലം കാത്തിരുന്നെങ്കിൽ? ഇല്ല. റാഹേൽ എന്ന് പറയുന്ന യാക്കോബിൻ്റെ ഭാര്യയല്ലേ? യോസേഫ് അല്ല, തെറ്റിപ്പോയി. ഇസഹാക്കിൻ്റെ ഭാര്യ റിബേക്ക. ഏശാവും യാക്കോബും 2 മക്കള്. അപ്പൻ ഏശാവിനെ അനുഗ്രഹിക്കണം, പക്ഷേ അമ്മയ്ക്ക് ആരെയും അനുഗ്രഹിക്കണം? ഇസഹാക്കിനെ കൊണ്ടേ യാക്കോബിനെ അനുഗ്രഹിക്കണം. സൂത്രം പറഞ്ഞു കൊടുത്തില്ലേ? ഇല്ലേ? സൂത്രം പറഞ്ഞു കൊടുത്ത് അനുഗ്രഹം മേടിച്ചു. അനുഗ്രഹം മേടിച്ച് തലേ കയറിയ സെക്കൻഡ് മുതൽ അപ്പനെ വിട്ട്, അമ്മയെ വിട്ട്, വീട് വിട്ട്, ചേട്ടനെ വിട്ട്, നാട് വിട്ട്, ദേശം വിട്ട് ഓടി അമ്മയുടെ വീട്ടിൽ ചെന്ന് കൂടി. എത്രാം കൊല്ലം മടങ്ങി വന്നത്? അനുഗ്രഹം തലേ കയറിയതാ, വേറെ ഒരു കാരണവും ഇല്ല. അനുഗ്രഹം നല്ലതല്ലോ അല്ലേ? പക്ഷേ ദൈവത്തിൻ്റെ സമയത്ത് നേരായ മാർഗത്തിലൂടെയാണോ പിടിച്ചു മേടിച്ചത്? ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ പ്ലാനുകളും പദ്ധതികളും തകർത്തുകൊണ്ട്, മനുഷ്യൻ തൻ്റെ പ്ലാനുകളും പദ്ധതികളും ഇട്ടുകൊണ്ട്, മനുഷ്യൻ കരഞ്ഞു വിളിച്ച് നിലവിളിച്ച് ചോദിച്ച് പിടിച്ചുകൊണ്ടിരുന്നാൽ ദൈവം എല്ലാം അങ്ങ് തന്നേക്കും. പക്ഷേ ആ തരവ് ശുഭതയ്ക്കാവില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഒന്നേ ഉള്ളൂ, യേശു പറഞ്ഞ പോലെ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ. നമ്മളോട് പറയാ, നാളെ നീ ചത്തുപോകും. നമ്മൾ എന്ത് പറയണം? 5 കൊല്ലവും കൂടെ വേണം കർത്താവ് എന്ന് പറഞ്ഞ് പിടിക്കണ്ട. നിൻ്റെ ഹിതം എന്നെക്കുറിച്ച് അതാണെങ്കിൽ ഞാൻ നിൻ്റെ ഹിതത്തിന് കീഴ്പ്പെടുന്നു. ഇത് മാത്രം പറഞ്ഞാൽ മതി. ഇതാണ് ഈ പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും കരച്ചിൽ കൊണ്ടും യാചന കൊണ്ടും ഒക്കെ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചും ദൈവത്തിൽ നിന്ന് നേടുന്നു എന്ന് ഇന്ന് പറയുന്ന കാര്യങ്ങൾ. മനുഷ്യൻ്റെ ആയുസ് മുതൽ, മക്കളെ മുതൽ, ഭൗതിക ധനം മുതൽ എല്ലാ കാര്യങ്ങളും നേടാൻ കഴിയുമെന്ന് 1000 വട്ടം ഞാനും പറയുന്നു. പക്ഷേ ദൈവഹിതമല്ലെങ്കിൽ അത് നമുക്ക് ശാപമായിട്ട് വരും. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ബുദ്ധിയും ബോധമൊന്ന് തിരിഞ്ഞു മറിഞ്ഞു വരണം. എത്ര ഉദാഹരണം ഞാൻ പറഞ്ഞു. യാക്കോബ് അനുഗ്രഹം മേടിച്ചിട്ട് 20 കൊല്ലം ആ അനുഗ്രഹം വാങ്ങാൻ പോയതിൻ്റെ ദോഷം അവൻ അനുഭവിച്ചു. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്ക്, മാനസാന്തരപ്പെടാത്ത യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു കൊണ്ടിരുന്നത്. ഇവന് ഈ അനുഗ്രഹം മേടിച്ചുകൊണ്ട് അങ്ങോട്ട് വിടുമ്പോൾ മാനസാന്തരം ഉണ്ടോ? അവൻ പോയ വഴിക്ക് എങ്ങാണ്ട് കല്ലും തലയ്ക്ക് വെച്ച് ഏറ്റേച്ച് അവൻ എന്തൊക്കെ നേർച്ച നേർന്നേച്ചാ പോയേ. ഞാൻ പോവുക, അതിനെ പോണ വഴിക്കല്ല എന്നെ കാത്തോണം. എന്നിട്ട് പിന്നെ എന്താ പറഞ്ഞത്? ഞാൻ നേടുന്ന അങ്ങനെയൊക്കെ നീ എന്നെ സുഖത്തോടെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടക്കി വരുത്തിക്കോണം. ഇങ്ങനെയൊക്കെ ഞാൻ പറയണതൊക്കെ ചെയ്താൽ 2 കാര്യം നിനക്ക് വേണ്ടി ചെയ്യാം. നേടുന്ന ധനത്തിൽ 10-1 നിനക്ക് തന്നേക്കാം. പിന്നെ ഇവൻ്റെ അപ്പൻ്റെ വകയല്ലേ ഈ നേടണത്. ഒടയ തമ്പുരാൻ ആകാശവും ഭൂമിയും ഇതൊക്കെ ആരുടെ ഇതിലാ? ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളത്. യാക്കോബ് പറയുക, ഞാൻ നേടിയത്. എങ്ങനെ നേടി? അമ്മാവൻ്റെ വീട്ടിൽ ചെന്ന് നിന്നല്ലേ നേടിയത്. ആ നേടിയത് അവൻ്റെ കുടുംബസ്വത്ത് പോലെയാ അവൻ്റെ വിചാരം. ദൈവം അനുവദിച്ചില്ലെങ്കിൽ അവൻ നേടുമായിരുന്നോ? ഇല്ല. ഞാൻ നേടുന്നതിൽ 10-1 നിനക്ക് തന്നേക്കാവുന്നു. ആർക്ക്? യാക്കോബിൻ്റെ എന്തെങ്കിലും ദാനധർമ്മം വേണോ ഒടയ തമ്പുരാന്? പിന്നെ
അതുമല്ല, ഞാൻ ഇച്ചിരി ആത്മീയനൊക്കെ ആണല്ലോ, ഒരു പള്ളിയും കൂടെ ഇല്ലേ, ഈ സ്ഥലത്ത് ഞാൻ എന്ത് പറയും, ആലയം പണിത് തന്നേക്കാം എന്നാ പറഞ്ഞത്. നോക്കിയേ, ഇവ മാനസാന്തരപ്പെട്ടോ? തിരിച്ച് 20 കൊല്ലം കഴിഞ്ഞ് 2 ഭാര്യമാരോടും അവരുടെ ദാസിമാരോടും കുറേ മക്കളോടും ഇതിനിടയ്ക്ക് ആട്ടിൻകൂട്ടത്തെയൊക്കെ തന്ത്രപരമായിട്ട് മറിച്ചാക്കി. അതും കൊണ്ടും വരുമ്പോൾ യബ്ബോക്ക് നദി തീരത്ത് വെച്ച് യബ്ബോക്ക് നദി കടത്തി എല്ലാവരെയും വിട്ട്, ആദ്യം ആരെ വിട്ടത്? ആടുമാടുകളെയെല്ലാം കടത്തി വിട്ടിട്ട്, ദാസിയുടെ മക്കളെയെല്ലാം കടത്തി വിട്ടിട്ട്, പിന്നെ 2 സ്വന്തം ഭാര്യമാരുടെ മക്കളെ കടത്തി വിട്ടിട്ട്, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയുടെ മക്കളെ പുറകിൽ നിർത്തി, ഇഷ്ടം കുറഞ്ഞ ഭാര്യയുടെ മക്കളെ അതിൻ്റെ മുമ്പിൽ നിർത്തി, ഈ ചതിയൻ മിടുക്കൻ അവൻ ഏറ്റവും അവസാനം നിൽക്കുക. അവൻ്റെ ലക്ഷ്യം, അവൻ്റെ ഉദ്ദേശം, ഏശാവെങ്ങാനും വന്ന് ഓരോന്നിനെ തട്ടിക്കാച്ചിയാൽ ഇത്രയും എണ്ണത്തിനെ കൊന്നു മുടിച്ച് വരുമ്പോഴത്തേക്കും എനിക്ക് എന്ത് ചെയ്യാം, ഓടി തിരിച്ചങ്ങോട്ട് പോകാമല്ലോ എന്ന്. ഇതാണ് ആള്. എന്തൊരു വിദ്വാനാന്ന് നോക്കിയേ. ഇവനെയാണ് ദൈവം അനുഗ്രഹിച്ചു കൊണ്ടിരുന്നത്. ഞാനൊരു പരമസത്യം തുറന്ന് പറയാം, ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ആത്മീകമായി ദൈവത്താൽ കൈവിടപ്പെട്ടവരാകാൻ സാധ്യതയുണ്ട്. ഉണ്ണാനും ഉടുക്കാനും ജീവനും ഭക്തിക്കുമുള്ള കാര്യം തരുന്നതല്ല ഞാൻ പറഞ്ഞത്. നാം പറയുന്ന പോലെ ദൈവം അനുഗ്രഹം ചൊരിഞ്ഞു തരുന്നവരുടെ കാര്യത്തിൽ ഇത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അവസാനം ഏശാവ് വന്നു. എന്താ സംഭവിച്ചത്? പലതുമൊക്കെ നോക്കി, പക്ഷേ അവസാനം അവനോട് മൽപ്പിടുത്തം നടത്തുവാൻ അവൻ മാത്രം യബ്ബോക്ക് നദിയുടെ ഇപ്പുറത്തായിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവദൂതൻ ഇറങ്ങി വന്ന് അവനുമായിട്ട് മൽപ്പിടുത്തം നടത്തി. എന്താ മൽപ്പിടുത്തം? ഹോശേയ പുസ്തകത്തിലുണ്ട്. അവൻ ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചു, തെറ്റ് സമ്മതിച്ചു. ഉടനെ ദൈവം പറയുകയാ, അവൻ ഓടാനിരുന്ന അവൻ്റെ തുടയുടെ തടത്തിൽ ഒരു തൊടിയിൽ മർമ്മം നോക്കി ഒരൊറ്റ കുത്ത് ദൈവത്തിൻ്റെ ദൂതൻ. അയ്യോ എന്നുള്ള നിലവിളിയോട് കൂടെ അവൻ അവിടെ പെടന്നു വീണു. അങ്ങനെ അവനെ തടത്തി തൊട്ട് അവനെ വീഴിച്ച് വെച്ചിട്ടല്ലേ ചോദിച്ചത്, നിന്റെ പേരെന്താന്ന് ചോദിച്ചു. ഇപ്പം എന്നാ പേര് പറയുന്നേ? എൻ്റെ പേര് യാക്കോബ്. 20 കൊല്ലം മുമ്പ് അപ്പനോട് എന്നാ പറഞ്ഞേ? നിന്റെ പേര് ചോദിച്ചപ്പോൾ എന്നാ പറഞ്ഞേ? ഞാൻ നിന്റെ ആദ്യജാതൻ ഏശാവ്. മര്യാദയ്ക്ക് പേര് പറയാറായില്ലേ? നോക്കിക്കേ, എന്തെല്ലാം കാര്യങ്ങളാ പിന്നീട് നമ്മൾ കാണുന്നത്. ഞാൻ പറഞ്ഞത്, ഇവൻ അവിടെ അന്നേരം മാനസാന്തരപ്പെടുന്നത്. മാനസാന്തരപ്പെട്ടപ്പോൾ ഇനി നീ യാക്കോബല്ല, നിന്റെ പേര് ഇസ്രയേൽ എന്നിരിക്കും. അപ്പൊ അനുഗ്രഹം പ്രാപിച്ച യാക്കോബ് മാനസാന്തരപ്പെട്ടവൻ പോലും അല്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് ലോകത്തിൽ കാണുന്ന ദൈവദാസന്മാരോ ദൈവമക്കളോ ഭൗതികമായ അനുഗ്രഹം പ്രാപിച്ചു എന്ന കാരണത്താൽ മാനസാന്തരം വരെ നടക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം ഇത് മാനസാന്തരത്തോട് ബന്ധപ്പെട്ടല്ല ഭൗതിക നന്മ. ഇത് ഈ ലോകത്തിലെ മാനസാന്തരപ്പെടാത്ത അക്രൈസ്തവനും ക്രിസ്ത്യാനിക്കും, ദൈവമക്കൾക്കും അല്ലാത്തവർക്കും, ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും, ആദിവാസിക്കും അല്ലാത്തവാസിക്കും എല്ലാം ഒരുപോലെ കൊടുക്കാൻ പര്യാപ്തമായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാനമാണ്. മഴയും മഞ്ഞും വെയിലും എല്ലാം ഇവിടെ വെച്ചിരിക്കുന്നു. അതെല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കാം, ഇല്ലേ? ഭൂമിക്കകത്തിരിക്കുന്ന വെള്ളം എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കാം. ഇവിടെ വായുമണ്ഡലത്തെ വ്യാപിച്ചിട്ട് അത് വലിച്ചെടുത്ത് ഓക്സിജൻ അകത്താക്കി കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്ന ഈ സിസ്റ്റവും ദൈവ നിരീശ്വരവാദിക്കും ഒരുപോലെ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം നിരീശ്വരവാദികളെയും ഈശ്വരവിശ്വാസികളെയും നാമധായ ക്രൈസ്തവരെയും ദൈവമക്കളെയും ഒരുമിച്ച് പ്രബന്ധിച്ചതിൻ്റെ നന്മകൾ കൊടുത്തുകൊണ്ട് അനുഗ്രഹം വെച്ചിരിക്കുന്ന ഒടയ തമ്പുരാൻ്റെ സ്നേഹത്തെയും കരുതലിനെയും ഓർത്ത് നന്ദിയോടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാൻ പറഞ്ഞു വരുന്നത്, ഏതൊരു വ്യക്തിയുടെ സംബന്ധിച്ചാണെങ്കിലും, എന്നെക്കുറിച്ചാണെങ്കിലും നിങ്ങളെക്കുറിച്ചാണെങ്കിലും, ആയുസ്സാകട്ടെ, ആരോഗ്യമാകട്ടെ, മക്കളുടെ കാര്യമാകട്ടെ, ധനാഗമ മാർഗങ്ങളാകട്ടെ, ഭൗതികമാകട്ടെ, എന്തുമാകട്ടെ, ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയുമുണ്ട്. രക്ഷിക്കപ്പെട്ടവനെങ്കിൽ ആ പ്ലാനും പദ്ധതിയും അനുസരിച്ചായിരിക്കുന്നത് ഏറെ അനുഗ്രഹം. അത് മാറ്റാൻ നമുക്ക് കഴിയും, ആഗ്രഹിച്ചാൽ, യാചിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, കരഞ്ഞാൽ, ചോദിച്ചാൽ. പക്ഷേ മാറ്റിവെക്കുന്നത് നമുക്ക് അനുഗ്രഹമായിരിക്കാൻ സാധ്യതയില്ല. ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം, സമയം അതിക്രമിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. ദൈവം കൃപ ചെയ്യുന്നുവെങ്കിൽ അടുത്ത ദിവസം ഈ ദേഹിയുടെ മറ്റ് കാര്യാദികളിലേക്ക് നമുക്ക് കടക്കാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ ദേഹി രക്ഷയോടുള്ള ബന്ധത്തിലാണ്, ബുദ്ധി വികാരം ഇച്ഛയോടുള്ളതായിരിക്കുന്ന ബന്ധത്തിലാണ് നാം ഈ ലോകത്തിൽ ദൈവവുമായിട്ട് മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ശുദ്ധീകരണം നിന്നു പോകും, നമ്മുടെ തേജസ്കരണം നിന്നു പോകും.
നമ്മുടെ വിശുദ്ധി തടയപ്പെട്ടു പോകും. എന്നാൽ കാര്യങ്ങൾ നേടും. ബാബേൽ കോട്ട പണിതിനെക്കുറിച്ച് യഹോവയായ ദൈവം ഇറങ്ങി വന്ന് പറഞ്ഞത്, ഈ ലോകത്തിലെ മനുഷ്യൻ ചെയ്യാൻ നോക്കുന്നതെല്ലാം അവന് സാധ്യമായി വരുന്നല്ലോ, നാം ഇറങ്ങിച്ചെന്ന് ഭാഷ കലക്കി അവരെ ഓടിച്ചു കളക എന്നാ പറഞ്ഞ്. മനുഷ്യൻ ചെയ്യാൻ നോക്കുന്നത് ആര് ചെയ്യാൻ നോക്കിയാലും സാധിക്കും. സാധ്യമായി വരുന്നതെല്ലാം ദൈവികമെന്ന് വിചാരിച്ചാൽ പമ്പര വിഡ്ഢിത്തരമാ. അതുകൊണ്ട് മനുഷ്യൻ ചെയ്യാൻ നോക്കുന്നതെല്ലാം സാധ്യമായി വരും. അതൊന്നുമല്ല, സാധ്യമായി വരുന്നതല്ല ദൈവികം. ചിലപ്പോൾ സാധിക്കാതെ പോകുന്നതാ ദൈവികം. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് ഗെത്സെമനേൽ പ്രാർത്ഥിച്ച യേശുവിനെ പോലെ അവനെന്തെല്ലാം എത്ര പ്രാവശ്യം പറഞ്ഞു, പിതാവേ ഇതാ പുസ്തകച്ചിലുള്ളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ ഞാൻ നിൻ്റെ ഇഷ്ടം ചെയ്യാൻ കടന്നു വരുന്നു. ഗെത്സെമനേൽ വെച്ച് കർത്താവേ കഴിയുമെങ്കിൽ, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് വിളിച്ചു പറഞ്ഞെങ്കിലും അത് എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടമാകട്ടെ. ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാൻ വന്നതല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യാൻ വന്നതാണ്. ഈ യേശുവിൻ്റെ സ്വഭാവമുള്ളവരായി തീരുവാൻ അതെന്തുമാകട്ടെ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ക്രിസ്തീയ ജീവിതം കരിപ്പിടിപ്പിക്കാം. നമ്മുടെ ദേഹിക ജീവനെ നമുക്ക് ഈ ലോകത്തിൽ കളഞ്ഞിട്ട്, കർത്താവിന് വേണ്ടി കളഞ്ഞിട്ട്, പ്രതിഫലത്തിന് ന്യായാസനത്തിൽ ഏറിയ പ്രതിഫലം നമുക്ക് പ്രാപിക്കാനിടയാകും. തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. ആരെങ്കിലും ഒരാൾ ചുരുക്കമായി പ്രാർത്ഥിക്കട്ടെ. ആ പ്രാർത്ഥനയാൽ ദൈവം നമുക്ക് നമ്മുടെ ദേഹി ജീവനെ കളഞ്ഞുകൊണ്ട് കർത്താവിനെ സ്നേഹിപ്പാൻ ആവശ്യമായ കൃപകൾ നമ്മുടെ മേൽ പകരട്ടെ.